നമസ്കാരം. സ്വർണ്ണക്കൊള്ളയിൽ നിലവിലെ ദേവസ്വം ബോർഡിലേക്കും ഹൈക്കോടതി വിരൽ ചൂണ്ടിയതോടെ സർക്കാർ പ്രതിരോധത്തിൽ. 2025 ജോലി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കാൻ നിർദ്ദേശിച്ചത് ഇപ്പോഴത്തെ പ്രസിഡന്റ് PS പ്രശാന്താണ്. ഇത് 2019 സ്വർണ്ണക്കവർച്ച മറച്ചുവെക്കാനുള്ള നീക്കമാണ് എന്ന് ഇന്നലെ ഹൈക്കോടതി പറഞ്ഞിരുന്നു. ദേവസ്വം ബോർഡ് പിരിച്ചുവിടണമെന്നും ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും കൂടുതൽ ശക്തമായി ആവശ്യപ്പെടുകയാണ് പ്രതിപക്ഷം. ദേവസ്വം ബോർഡിന് ഇനി തുടരാനാകുമോ? ഈ ചർച്ചയിൽ ശ്രീ PK ഗോപൻ CPM, ശ്രീ ശങ്കുട്ടിദാസ് BJP, ശ്രീ രാജു പി നായർ കോൺഗ്രസ് എന്നിവർ. ആദ്യം ശ്രീ PK ഗോപൻ. വളരെ ശക്തമായിട്ടാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന്റെ കൊള്ളരുതായ്മകളെ കുറിച്ച്. ഈ ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിട്ടും സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെ ചെന്നൈയിലേക്ക് സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ദ്വാരപാലക പാളികൾ അയച്ചത് 2019 കളവ് മൂടിവെക്കാനാണ് എന്ന് കോടതി പറയുമ്പോൾ പിന്നെ ഒരു നിമിഷം നിലവിലെ ദേവസ്വം ബോർഡ് എങ്ങനെ തുടരും? അല്ല, ദേവസ്വം ബോർഡിന്റെ ഒരു പ്രതികരണം ഇന്നത്തോടുകൂടി വന്നിട്ടുണ്ട്. അവര് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അതിനെ സംബന്ധിച്ച് നടത്തിയിട്ടുള്ള മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ള വിശദീകരണമാണ് നമ്മുടെ എല്ലാം മുമ്പിലുള്ളത്. അത് ഹൈക്കോടതിയുടെ ബെഞ്ചിന്റെ നിരീക്ഷണം യാഥാർത്ഥ്യങ്ങൾ പൂർണ്ണമായി ഉൾക്കൊള്ളാതെയാണ് അത് സംബന്ധിച്ച് അവരുടെ പരാതി നിലനിൽക്കുന്നു. മാത്രമല്ല, ഇങ്ങനൊരു നിരീക്ഷണം നടത്തുന്നത് യഥാർത്ഥത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ളവരിൽ നിന്ന് SIT നടത്തിയ ചോദ്യം ചെയ്യലിൽ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോ വിരൽമൂല ചൂണ്ടിയ ദേവസ്വം ബോർഡുമായിട്ട് അതിലെ നിലവിലുള്ള പ്രസിഡന്റോ അംഗങ്ങളുമായിട്ടോ അവരുടെ വിശദീകരണം അതിൽ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ SIT അവരെ ഇക്കാര്യത്തിൽ ചോദ്യം ചെയ്തിട്ടില്ല. അവരോട് എന്തെങ്കിലും നിലപാട് വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല. അല്ല, ദേവസ്വം ബോർഡ് വിശദീകരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിച്ച് അത് ഇൻ ക്യാമറ സെഷനിൽ കോടതിയെ ബോധിപ്പിച്ചതിന് ശേഷമാണ് കോടതി ഈ ഉത്തരവ് എഴുതി വെച്ചിരിക്കുന്നത്. കേരള ഹൈക്കോടതിയാണ്, കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചാണ്. വെറുതെ പാസിംഗ് കമന്റ്സ് പറയുന്ന സാഹചര്യമല്ല ഇവിടെ. വളരെ കൃത്യമായി ദേവസ്വം ബോർഡിന്റെ 2025 അതായത് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന്റെ നടപടി തെറ്റായിരുന്നു എന്ന് കോടതി പറയുമ്പോൾ പിന്നെ അതിന് വേറെ വിശദീകരണത്തിന് സ്കോപ്പ് ഉണ്ടോ? അതല്ലേ പറഞ്ഞത്. കേൾക്കേണ്ട ആളുകൾ ആരാണ്? ഈ അന്വേഷണത്തിന്റെ ഭാഗമായി കോടതി അങ്ങനെ ഒരു നിരീക്ഷണത്തെ കോടതിയിൽ SITയുടെ അന്വേഷണത്തിൽ നല്ല ഷാർപ്പായ അന്വേഷണമാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന്റെ അതിന്റെ കോടതിയുടെ നേതൃത്വത്തിലാണ്, മേൽനോട്ടത്തിലാണ് നടക്കുന്നത്. ഇതെല്ലാം നമുക്ക് വളരെ സന്തോഷമുളവാക്കുന്ന കാര്യമാണ്. നിലവിലുള്ള ദേവസ്വം ബോർഡിലും എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുകയും ശിക്ഷിക്കുകയും വേണമെന്ന് തന്നെയാണ് ഞങ്ങളുടെയും ആവശ്യം. പക്ഷെ അവരിപ്പോ പറയുന്നത് അവരെ കേട്ടിട്ടില്ല. അവർക്ക് പറയാനുള്ളത് അന്വേഷണ ഉദ്യോഗസ്ഥർ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പൊ കൊടുത്തിട്ടുള്ള നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അക്കാര്യത്തിൽ ഒരു നിരീക്ഷണമാണ് നടത്തിയത്. ആ നിരീക്ഷണത്തിൽ ഇവർക്കുള്ള വിഷയം കൂടി ശ്രദ്ധിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇവർക്കുള്ള പരാതി കോടതി ഫയൽ ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലൊരു വ്യക്തത ഉണ്ടാവും. അപ്പോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ അവർ ഈ വർഷം കൊടുത്തു വിട്ടിട്ടില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി ആവശ്യപ്പെട്ടിട്ടും 2025 സ്വർണം കൊടുത്തുവിടാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല, ഏതൊക്കെ ഉദ്യോഗസ്ഥരാണോ അതിൽ ചുമതലപ്പെട്ടത് അവരെയെല്ലാം കൃത്യമായിട്ട് വീഡിയോ റെക്കോർഡിംഗ് നടത്തി അവരെ ചുമതലപ്പെടുത്തിയാണ് ഇത് സ്മാർട്ട് ക്രിയേഷനിലേക്ക് കൊടുത്തുവിടുന്നത്. അല്ല, സ്മാർട്ട് ക്രിയേഷൻസിലേക്കാണല്ലോ കൊടുത്തുവിട്ടത്. സ്മാർട്ട് ക്രിയേഷൻസിലാണല്ലോ 2019 ഈ കളവ് നടന്നത്. ഹൈക്കോടതിയുടെ ഉത്തരവിൽ ഒരു കാര്യമുണ്ട്. കളവ് നടന്ന കാര്യം ഇവരുടെ മുമ്പിലില്ല. അല്ല, അത് എന്തുകൊണ്ട് അവർ അറിഞ്ഞില്ല എന്നുള്ള പ്രശ്നമുണ്ടല്ലോ. ഹൈക്കോടതി തന്നെ ഈ ഉത്തരവിൽ തന്നെ ചോദിക്കുന്നുണ്ട്. 470 ഗ്രാം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന മനുഷ്യൻ എന്ത് അയ്യപ്പന്റെ സ്വർണം അടിച്ച് കയ്യിൽ വെച്ചിരിക്കുകയായിരുന്നു. അപ്പൊ അതേക്കുറിച്ച് ഒരു കത്തയച്ചിട്ട് പോലും ദേവസ്വം ബോർഡിന് ഇതേക്കുറിച്ച് യാതൊരു തരത്തിലുള്ള ജ്ഞാനവുമില്ല, വിവരവുമില്ല, ബോധവുമില്ല. അവിടെ സ്മിത്തുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്, കണക്കിന് ഓരോ തസ്തികയിൽ ഉദ്യോഗസ്ഥരുണ്ട്. അവര് എന്തുകൊണ്ട് അറിഞ്ഞില്ല എന്നൊക്കെ ഉള്ളത് ഇനിയുള്ള നാളുകളിൽ വരാം. പക്ഷെ എന്റെ ചോദ്യം ഇപ്പോ എടുത്ത നടപടികളിൽ തന്നെയുള്ള ചില പ്രശ്നങ്ങളുണ്ടല്ലോ. അതായത് ഉദ്യോഗസ്ഥന്മാരുടെ ലിസ്റ്റ് പുറത്തു വന്നല്ലോ. അതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിന് ആക്ഷേപമുണ്ടല്ലോ. അല്ല, 9 ഉദ്യോഗസ്ഥരുടെ പുറത്തു വന്നു. അത് 2019 കളവ് സംബന്ധിച്ച്. നമ്മൾ 2025 കുറിച്ച് സംസാരിച്ചാൽ ശ്രീ ഗോപൻ നോക്കൂ, 30/7/2025 ദേവസ്വം കമ്മീഷണർ പറയുന്നു സ്മാർട്ട് ക്രിയേഷൻസ് ചെന്നൈക്ക് ടെക്നിക്കൽ ആയിട്ടുള്ള ഇതിൽ ഉള്ള അതിന്റെ പ്രാഗൽഭ്യമില്ല എന്ന്, ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് ഇല്ല എന്ന് 30-ാം തീയതി ദേവസ്വം കമ്മീഷണർ പറയുന്നു. അദ്ദേഹം 7 ദിവസം കഴിഞ്ഞ് ആ നിലപാട് മാറ്റുകയാണ്. 8/8/2025 അദ്ദേഹം ഈ നിലപാട് മാറ്റുന്നു. ഇതിൽ നിന്ന് എന്ത് വ്യക്തമാക്കുന്നു?
ദേവസ്വം കമ്മീഷണർ നിലപാട് മാറ്റാൻ നിർബന്ധിതനായി. ആരാൽ നിർബന്ധിതനായി? അത് തിരുവാഭരണം കമ്മീഷണറെ കോട്ട് ചെയ്തുകൊണ്ട് കോടതി പറയുന്നുണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് ഈ കാര്യം നിർദ്ദേശിച്ചിട്ടുള്ളത് എന്ന്. അപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഈ കാര്യം സ്മാർട്ട് ക്രിയേഷൻസിൽ ചെയ്യണം എന്ന നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. ദേവസ്വം കമ്മീഷണർ പറയുന്നു ഇതിൽ ഇവർക്ക് ടെക്നിക്കൽ എക്സ്പെർട്ടൈസിന്റെ കുറവുണ്ട് എന്ന്. ആ ദേവസ്വം കമ്മീഷണറെ ഓവർ റൂൾ ചെയ്ത് ദേവസ്വം പ്രസിഡന്റ് എന്തിനാണ് ഇക്കാര്യത്തിൽ നിർബന്ധ ബുദ്ധി പിടിച്ച് സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് അയച്ചതെന്ന് വെളിവായാൽ കാര്യങ്ങളെല്ലാം വെളിവായി. അപ്പൊ എങ്ങനെയാണ് അദ്ദേഹം ഇപ്പോഴും തുടരുന്നത് എന്നുള്ളതാണ് എന്റെ ആശ്ചര്യം. അതിന് അദ്ദേഹം പറഞ്ഞ ഉത്തരം സ്മാർട്ട് ക്രിയേഷൻസ് ആണ് ഇതിന് ഗ്യാരണ്ടി നൽകിയിട്ടുള്ളത്, അതുകൊണ്ടാണ് അത് അവിടേക്ക് തന്നെ അയച്ചത്, അത് ഉണ്ണികൃഷ്ണൻ പോറ്റി വശമല്ല അയച്ചത്. ആ ക്ലാരിഫിക്കേഷൻ ആണ് വന്നിട്ടുള്ളത്. ഇനി അതിനപ്പുറത്തേക്കുണ്ടെങ്കിൽ അന്വേഷിക്കുകയും അവരുടെ വിശദീകരണം ഇൻവെസ്റ്റിഗേഷൻ ടീം ചോദിക്കുകയും ചെയ്താലേ നമുക്കത് വ്യക്തമാവുകയുള്ളൂ. ഓക്കെ, അത്രേ ഇപ്പോൾ അങ്ങേക്ക് പറയാൻ കഴിയും. എന്തായാലും കോടതി പറയുന്നത് ഇങ്ങനെയാണ്, ഞാനത് വേണമെങ്കിൽ വായിക്കാം. The sequence of events unmistakably indicates that the TDB officials consciously attempted to hand over the gold-cladded Dwarapalaga secretly to Mr. Unnikrishnan Potti in 2025 to suppress the earlier gold pilferage. മുൻപത്തെ സ്വർണ്ണ മോഷണം, സ്വർണ്ണ നഷ്ടം മറയ്ക്കാൻ വേണ്ടിയിട്ട് ആണ് നിർബന്ധ ബുദ്ധിയോടെ ഇത്തരുണത്തിൽ ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് തന്നെ അയച്ചതെന്നാണ് കേരള ഹൈക്കോടതി പറയുന്നത്. അപ്പോൾ അതാണ് ഞാൻ ആശ്ചര്യത്തോടു കൂടി ചോദിക്കുന്നത്, എങ്ങനെയാണ് ദേവസ്വം പ്രസിഡന്റ് ഇപ്പോഴും ആ കസേരയിൽ തുടരുന്നത് എന്ന്. ആശ്ചര്യജനകമാണ് കേരളത്തിലെ കാര്യങ്ങൾ. ശ്രീ രാജു പി നായർ, 2019 എല്ലാ കുഴപ്പങ്ങളും എന്നാണ് ഭംഗ്യന്തരേണ സർക്കാരിനെ അനുകൂലിക്കുന്നവരും പറഞ്ഞുകൊണ്ടിരുന്നത്. 2019 അങ്ങനെ സംഭവിച്ചു പോയി, എന്ത് ചെയ്യാൻ പറ്റും, സംഭവിച്ചു, ഇനി ഞങ്ങൾ കുറ്റവാളികളെയൊക്കെ കണ്ടെത്തും എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എങ്കിൽ 2025 2019 കളവ് പിടിക്കപ്പെടാതിരിക്കാനുള്ള കളിയാണ് നടത്തിയത് എന്ന് ഹൈക്കോടതി തന്നെ പറയുമ്പോൾ എന്ത് പറയണം? അല്ല അഭിലാഷേ, എന്തായാലും 2019 ഒരു കുഴപ്പമുണ്ടായിരുന്ന നിലയിലേക്ക് ചർച്ചകൾ എത്തിയിട്ടുള്ളത് ആശ്വാസകരമാണ്. കാരണം ആദ്യം ഈ സ്വർണം പോലും അല്ല ചെമ്പായിരുന്നു ഇതെന്നായിരുന്നു CPM വിശദീകരണം. പിന്നെ 2019 ഇതൊന്നും സംഭവിച്ചിട്ടില്ല, അതൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി മറ്റേ അയ്യപ്പൻ ഹരിവരാസനവും പാടി കിടന്നുറങ്ങിയ സമയത്ത് കമ്പിപ്പാരയും കൊണ്ടുപോയി പൊളിച്ചുകൊണ്ട് പോയതാണ് എന്നുള്ള മട്ടിലായിരുന്നു CPM വിശദീകരണം. എന്തായാലും 2019 വരെയുള്ളത് അംഗീകരിച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ നേരത്തെ ഉന്നയിച്ചിരുന്ന നിലപാടും ഞങ്ങൾ 5 ദിവസത്തോളം നിയമസഭ സ്തംഭിപ്പിക്കുന്ന രീതിയിലുള്ള ഏറ്റവും രൂക്ഷമായ സമരത്തിലേക്ക് ഞങ്ങൾ പോയതിൻ്റെ കാര്യം എന്താ? PS പ്രശാന്ത്, നിലവിലെ ബോർഡ് പ്രസിഡന്റായ PS പ്രശാന്തും നിലവിലെ ദേവസ്വം മന്ത്രിയായിട്ടുള്ള VN വാസവനും രാജിവെക്കണം. കാരണം എന്താ പറഞ്ഞത്? 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിരിക്കുന്ന ഈ കൊള്ള, ഈ മോഷണം 2022 തന്നെ ദേവസ്വം ബോർഡ് അറിഞ്ഞിരുന്നു. കൃത്യമായി അറിഞ്ഞതിന് ശേഷവും ഇയാൾ ഇതിനകത്ത് ക്രമക്കേട് കാണിച്ചിട്ടുണ്ട് എന്നതിനു ശേഷവും 2025 PS പ്രശാന്തിൻ്റെ നേതൃത്വത്തിലുള്ള ബോർഡ് ഇയാളെ വീണ്ടും വിളിച്ചു വരുത്തി ദ്വാരപാല ശില്പവും പീഠവും ഉൾപ്പെടെ ഇയാളുടെ കയ്യിൽ കൊടുത്തുവിട്ടു. അതുകൊണ്ട് ഇവരും അതിനകത്ത് പങ്കാളികളാണ്. PS പ്രശാന്തും VN വാസവനും രാജിവെക്കണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ നിലപാട്. അതിൻ്റെ പേരിലാണ് നിയമസഭ സ്തംഭിപ്പിച്ചത്. അന്ന് ഇവർ ചോദിച്ചതെന്താ? നിങ്ങൾ അനാവശ്യമായ പ്രശ്നമുണ്ടാക്കുകയാണ്, PS പ്രശാന്തിനെ ഇതിനകത്ത് ഒരു തരത്തിലും ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല എന്നുള്ളതല്ലേ പറഞ്ഞത്. ബഹുമാനപ്പെട്ട കോടതി അപ്പോൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു, 2019 തട്ടിപ്പ് മറച്ചു വെക്കുന്നതിന് വേണ്ടിയാണ് 2025 ഇത് വീണ്ടും കൊടുത്തയച്ചത്. 2019 കൊണ്ടുവന്നത് എന്താ? ഗോൾഡ് പ്ലേറ്റഡ് ആണ്. അതേസമയം 1999 ഉണ്ടായിരുന്ന പാളികൾ എന്താ? ഗോൾഡ് കവേർഡ് ആയിരുന്നു, ഇല്ലേ? അതിനകത്ത് സ്വർണം പൊതിഞ്ഞതായിരുന്നു. സ്വർണം പൊതിഞ്ഞത് കൊണ്ടുപോയി സ്വർണം പൂശിയത് കൊണ്ടുവന്നു 2019. മറക്കരുത്, ആ 2019 സ്വർണം പൂശിയത് കൊണ്ടുവന്നപ്പോൾ കവേർഡും പ്ലേറ്റഡും തമ്മിലുള്ള വ്യത്യാസം ഒരു ദിനപത്രത്തിൽ വളരെ കൃത്യമായിട്ട് 2 ഫോട്ടോയും കൊടുത്ത് ജനങ്ങൾക്ക്, സാധാരണ ജനങ്ങൾക്ക് പോലും ബോധ്യപ്പെടുന്ന രീതിയിലെത്തി. അപ്പോൾ 2019 കൊണ്ടുവന്നതിന് ശേഷം പ്രഭ മങ്ങിയപ്പോൾ അത് തിരുത്തുന്നതിന് വേണ്ടി 2025 ഇവർ കൊണ്ടുപോയി എന്നുള്ളതാണ്. അൺമിസ്റ്റേക്കബ്ലി, ഇല്ലേ? അതല്ലേ വാക്ക്? അൺമിസ്റ്റേക്കബ്ലി എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, കോടതിയുടെ നിരീക്ഷണം ദേവസ്വം ബോർഡ് എന്തോ പറഞ്ഞു. അല്ല, കോടതി ഒരു അന്വേഷണത്തിലേക്ക് പോലും കടക്കുന്നതിന് മുമ്പ് ഒരു ട്രയലിൻ്റെ സമയത്തല്ല പറയുന്നത്. പകരം ഒരു അന്വേഷണത്തിലേക്ക് നടക്കുന്നതിന് ഒരു SIT കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതിനു ശേഷം ഇവർ ഉദ്യോഗസ്ഥരെ മാത്രം പ്രതികളാക്കാൻ നോക്കിയപ്പോൾ അല്ല, ദേവസ്വം ബോർഡിനെ കൂടി പ്രതി ചേർക്കണം.
അവരും ഇതിനകത്ത് ഗൂഢാലോചനയിൽ പങ്കാളികളാണ് എന്ന് പറഞ്ഞ് പിന്നീട് വിധി വന്നു. ദാ ഇപ്പം പറയുന്നു ഒരു തരത്തിലും തെറ്റായി ചിന്തിക്കണ്ട, ഇവര് കൃത്യമായിട്ട് ഇത് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ കേസ് എടുക്കുന്നതിന് മുമ്പേ ഇവിടെ ശിക്ഷ പറഞ്ഞിരിക്കുന്നു എന്നുള്ള അവസ്ഥയാണ്. ഇവർ കുറ്റവാളികളാണ് എന്ന് പറഞ്ഞിരിക്കുന്ന അത്രയും മാത്രം ഹൈക്കോടതിയുടെ മുമ്പിൽ വസ്തുതകൾ വ്യക്തമാണ്. ഞങ്ങൾ എന്തുകൊണ്ടാണ് PS പ്രശാന്തിന്റെയും VN വാസവന്റെയും രാജി ആവശ്യപ്പെട്ടതെന്ന് ഇപ്പൊ ക്ലിയർ അല്ലേ, ഇപ്പൊ വ്യക്തമല്ലേ? ഞങ്ങൾ പറഞ്ഞ കാര്യത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു അണുവിട വ്യത്യാസം ഹൈക്കോടതിയിൽ ഇപ്പൊ ഇതുവരെ വന്നിട്ടുള്ള വിധികളിൽ ഉൾപ്പെടെ വന്നിട്ടുണ്ടോ? ഇത് അടച്ച മുറിയിലാണല്ലോ, കോടതിയിലാണല്ലോ പറഞ്ഞത്. ഏതെങ്കിലും ഒരു നിരീക്ഷണമാണോ അഭിലാഷേ? നിരീക്ഷണമല്ല. ഏതെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാണോ? അല്ല. പകരം ഓർഡറായിട്ട് ഇറക്കിയിരിക്കുകയാണ്. 2019 നടത്തിയ കൊള്ള, അത് കൊള്ള എന്ന വാക്കും ഹൈക്കോടതി തന്നെയാണ് ഉപയോഗിച്ചത്. 2019 നടത്തിയ കൊള്ള മറച്ചു വെക്കുന്നതിന് വേണ്ടി 2025 അമ്പലം വിഴുങ്ങികൾ ഈ കള്ളന്മാരെ വിളിച്ചുകൊണ്ട് വന്ന് വീണ്ടും ഇത് കൊടുത്തു വിട്ടു. ഇനി ഒരു നിമിഷം അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ, അല്പമെങ്കിലും നാണമുണ്ടെങ്കിൽ, അല്പമെങ്കിലും ഉത്തരവാദിത്വ ബോധമുണ്ടെങ്കിൽ ഒരു നിമിഷം ഈ രണ്ടുപേർക്ക് അവിടെ ഇരിക്കാൻ പറ്റുമോ? 3 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാര് ഈ ഒരു കൊള്ളയിൽ പങ്കാളിയായി എന്ന് പറഞ്ഞാൽ അഭിലാഷ്, CPM എന്താണെന്ന് അറിയാത്തവരല്ലല്ലോ നമ്മൾ. CPM എന്താണെന്ന് അറിയാത്തവരാണോ? രാഷ്ട്രീയ നിയമനം നടത്തിയിരിക്കുന്നത് എല്ലാ സ്ഥലത്തും ജില്ലാ കമ്മിറ്റി കൊടുക്കുന്ന പട്ടികയോ മാത്രമേ ആശുപത്രികളിൽ പോലും പരിഗണിക്കാൻ പറ്റുള്ളൂ. ആശുപത്രികളിൽ പോലും ജില്ലാ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയോ ഉള്ളിടത്ത് ജില്ലാ കമ്മിറ്റി കൊടുക്കുന്ന ലിസ്റ്റ് മാത്രമേ പരിഗണിക്കാൻ പറ്റുള്ളൂ. അപ്പോ 3 ദേവസ്വം പ്രസിഡന്റുമാരും 2 മന്ത്രിമാരും ഉൾപ്പെട്ട ഈ അമ്പലക്കൊള്ളയ്ക്ക് ഇനി CPM ഒഴിഞ്ഞു മാറി നിൽക്കാൻ പറ്റുമോ? ശരി, മുഖ്യമന്ത്രിക്ക് ഒഴിഞ്ഞു മാറി നിൽക്കാൻ പറ്റുമോ? അതാണ് കോൺഗ്രസ് ചോദിക്കുന്ന കൊള്ളയാണ് നടന്നിരിക്കുന്നത്. ശരി 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 ശ്രീ ശങ്കുട്ടിദാസ്, ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ പ്രഹരശേഷിയോടുകൂടി തന്നെ ഹൈക്കോടതി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് 2019 നടന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമല്ല, 2025 നടന്ന കാര്യങ്ങളെക്കുറിച്ച് കൂടിയാണ്. നിലവിലെ ദേവസ്വം ബോർഡ് 2025 ഈ കഴിഞ്ഞ മാസങ്ങളിൽ ശബരിമലയിലെ ദ്വാരപാലക ശില്പം ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് അയച്ചത് ഒരു കളവ് മൂടി വയ്ക്കാനാണ് എന്ന് കേരള ഹൈക്കോടതി പറയുമ്പോൾ അതിന് ആരോപണത്തിൻ്റെ, രാഷ്ട്രീയ ആരോപണത്തിൻ്റെ സ്വഭാവത്തിൽ നിന്ന് മാറിയുള്ള സാങ്ക്ടിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണ നമുക്കറിയാം, ഇതുപോലെയുള്ള പരാമർശങ്ങളൊക്കെ ഉണ്ടായാൽ മുഖ്യമന്ത്രി തൊട്ട് മന്ത്രിമാർ വരെ രാജിവെച്ച ചരിത്രമാണ് കേരളത്തെ സംബന്ധിച്ചുള്ളത്. ദേവസ്വം ബോർഡിന് ആ സ്ഥാനത്ത്, ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കും പ്രസിഡന്റിനും ആ സ്ഥാനത്ത് തുടരാൻ ഉള്ള ധാർമ്മികത ഉണ്ടോ? എന്താണ് താങ്കൾ വിചാരിക്കുന്നത്? ഒരു തരിമ്പ് പോലും ഇല്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസമല്ല, എൻ്റെ ഉത്തമ ബോധ്യം. ഇത് ഈ വിഷയത്തിൽ തുടർച്ചയായി ഹൈക്കോടതി പറയുന്ന 8ാമത്തെ വിധിയാണ്. 6/9/2025 സുവോബോട്ടോ പ്രൊസീഡിങ്സ് ആരംഭിച്ചത് മുതൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന 22/10/2025 വരെ ഈ വിഷയത്തിൽ തുടർച്ചയായി ഹൈക്കോടതി പുറപ്പെടുവിക്കുന്ന 8ാമത്തെ വിധിയാണ്. ഓരോ തവണയും ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടി ഹൈക്കോടതിയുടെ പ്രഹരശേഷി വർദ്ധിച്ച് വരികയാണ്. ആദ്യം സംശയം ഉന്നയിച്ചു, സംശയത്തിന് പുറകെ അന്വേഷണത്തിന് ഉത്തരവിട്ടു, പിന്നീട് അന്വേഷണം പോരാന്നുള്ളതുകൊണ്ട് പ്രത്യേക ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപീകരിച്ചു. അതിനുശേഷം അതിൽ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളെ സമ്മറൈസ് ചെയ്തുകൊണ്ട് വിശദീകരിച്ചു. ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ന്യായീകരണത്തിന് പോലും സ്കോപ്പില്ലാത്ത വിധത്തിൽ കഴിഞ്ഞ ഉത്തരവിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഡയറക്ട്ലി കൽപ്പബിളാണ്, ഡയറക്ട്ലി അവർക്ക് കുറ്റകൃത്യം ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ഇത്തവണ പറയുന്നതും ഈ താഴെയിലുള്ള ഉദ്യോഗസ്ഥന്മാരെ പഴി ചാരിക്കൊണ്ട് മേലെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ഒഴിവാവാൻ സാധിക്കില്ല. ഇതൊരു കൂട്ടുത്തരവാദിത്തത്തിലുള്ള സംവിധാനമാണ്. ഇതിലുള്ള തിരിമറിക്ക് ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന സംവിധാനം ആസ് എ ഹോൾ കലക്റ്റീവായിട്ട് ഉത്തരവാദിയാണ് എന്നാണ് ഇന്നത്തെ ഹൈക്കോടതി വിധിയുടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഫൈൻഡിങ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന സംവിധാനത്തിന് തുടരാൻ യാതൊരു ധാർമ്മികമായിട്ടുള്ള അധികാരം ഇല്ലാണ്ടായിരിക്കുകയാണ്. ഇവർ നാണമൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ ഇതിനു മുമ്പേ രാജിവെക്കാൻ ഇവർക്ക് 7 അവസരം ഉണ്ടായിരുന്നു. അതൊന്നും ഇവർ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഇന്ന് ഡയറക്റ്റായിട്ട് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ ഈ പറയുന്ന നിയമത്തെ തന്നെ ലംഘിച്ചു. തിരുവിതാംകൂർ ദേവസ്വം മാനുവലിൻ്റെ സബ് ഗ്രൂപ്പിലെ പേജ് നമ്പർ വരെ എടുത്തുകൊണ്ട് കോടതി പറയുന്നു. പേജ് നമ്പർ 152 പറഞ്ഞിട്ടുള്ള പ്രൊവിഷൻ ലംഘിച്ചുകൊണ്ടാണ് സന്നിധാനത്തിലേക്ക് പുറത്തു കൊണ്ടുപോയത്. അതേപോലെ തന്നെ ഈ ദേവസ്വത്തിലെ മേലുദ്യോഗസ്ഥന്മാർ താഴത്തെ ഉദ്യോഗസ്ഥന്മാരെ പഴി ചാരിക്കൊണ്ട് രക്ഷപ്പെടുന്ന പ്രവണതയെ എടുത്തു പറഞ്ഞുകൊണ്ട് കോടതി പറയുകയാണ്, ദേവസ്വം നിയമത്തിലെ സെക്ഷൻ 15 പ്രകാരമുള്ള ഇത് നിങ്ങൾക്കും ബാധകമാണ്. താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരെ പഴി ചാരിക്കൊണ്ട് ഞങ്ങൾക്ക് ഇതിൽ പങ്കില്ലെന്ന് പറഞ്ഞ് ഒഴിയാൻ നിങ്ങൾക്കും സാധിക്കില്ല. മാത്രമല്ല
മാത്രമല്ല, ഇന്നത്തെ ഹൈക്കോടതി വിധിയിലെ ഏറ്റവും ഗൗരവമുള്ള കാര്യം, ഇവിടെ ഇത്രയും കാലത്തെ ന്യായീകരണം എന്തായിരുന്നു? 2019 ഉണ്ടായത് ശരിയാണ്, പിഴവാണ്, സമ്മതിച്ചു. പക്ഷെ 2025 ഒരു പിഴവ് സംഭവിച്ചിട്ടില്ലല്ലോ. 2025 ഈ അനുഭവത്തിനൊക്കെ പാഠം പഠിച്ചിട്ട് ഞങ്ങൾ തെറ്റൊക്കെ തിരുത്തി വളരെ കൃത്യമായിട്ടല്ലേ കാര്യങ്ങൾ ചെയ്തത്. ഞങ്ങൾ എല്ലാ മഹസറും തയ്യാറാക്കി, ഉദ്യോഗസ്ഥന്മാർ കൂടെ അനുഗമിച്ചു, ആ പരിപാടികൾ മുഴുവൻ മേൽനോട്ടം നടത്തി, തിരിച്ചു കൊണ്ടുവന്നു. അത് വന്നപ്പോൾ സ്വർണത്തിൻ്റെ തൂക്കം കൂടി, എന്നിട്ട് റീഫിക്സ് ചെയ്തു എന്നൊക്കെയാണ് ന്യായം പറഞ്ഞത്. ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത് എന്താ? 2019 ദേവസ്വം ബോർഡിനോ ദേവസ്വം മന്ത്രിക്കോ മാത്രമല്ല 2025 അതേപോലത്തെ ഉത്തരവാദിത്തമുണ്ട്. കാരണം എന്താ? 2025 ഇവർ നടത്തിയ എക്സർസൈസ് തന്നെ 2019 നടത്തിയിട്ടുള്ള കള്ളത്തരത്തെ മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള കവറപ്പാണ് എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. ഈ ഹൈക്കോടതി വിധിയുടെ പാരഗ്രാഫ് നമ്പർ 8 അത് വളരെ ശ്രദ്ധേയമാണ്. ആ പാരഗ്രാഫ് നമ്പർ 8 വളരെയേറെ കാര്യങ്ങൾ, അതായത് സംക്ഷിപ്തമായിട്ട് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് കോടതി പറയുന്നുണ്ട്. ഇതിൽ ആദ്യം കോടതി പറയുന്ന സംഭവം, ഇതിലൊരു ക്രിമിനൽ കോൺസ്പിറസി നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ക്രിമിനൽ കോൺസ്പിറസിയിൽ അന്ന് മുതൽ ഇന്ന് വരെയുള്ള ദേവസ്വം ബോർഡിന്റെ സംവിധാനം മുഴുവനായിട്ട് ഉൾപ്പെട്ടിട്ടുണ്ട്. തങ്ങളുടെ മുൻപേയുള്ള ആളുകൾ നടത്തിയിട്ടുള്ള അഴിമതിയുടെ തുടർച്ച പുതുതായി വരുന്ന ഓരോ ആൾക്കാരും ഏറ്റെടുക്കുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുകയും, ഇത് ആരും പിടിക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു കവറപ്പ് നടന്നിട്ടുണ്ട്. 2019 നടന്നിട്ടുള്ളത് വളരെ ലാർജ് ആൻഡ് കോർഡിനേറ്റഡ് സ്കീമാണ് നടന്നിട്ടുള്ളത്. അത് 2019 ആരംഭിക്കുന്നതല്ല, അതിന് മുൻപേ തന്നെ തുടർന്ന് വന്നിരുന്ന ഒരു സംവിധാനത്തിന്റെ തുടർച്ച മാത്രമാണ് എന്ന് സംശയിക്കാവുന്നതാണ്. ഇതിൽ ഉദ്യോഗസ്ഥ തലത്തിലുള്ള വലിയ ഗൂഢാലോചന ഇതിൽ നടന്നിട്ടുണ്ട്. മാത്രമല്ല 2024-25 കാലഘട്ടത്തിൽ നടത്തിയിട്ടുള്ളത് സിസ്റ്റമിക് കൊല്യൂഷൻ ആണ് എന്നാണ് പറയുന്നത്. അതായത് ടു സപ്രസ് ഏർലിയർ ത്രഫ്റ്റ്, 2019 നടത്തിയിട്ടുള്ള മുൻപേ നടത്തിയിട്ടുള്ള കൊള്ളയെ മൂടി വെക്കാൻ വേണ്ടിയിട്ട് 2025 ഒരു കവറപ്പ് ഓപ്പറേഷൻ ആയിട്ടാണ് ഇത് വീണ്ടും സ്വർണം പൂശാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിലൂടെ എല്ലാ തെളിവുകളും നശിപ്പിക്കുകയും ഈ രേഖകളെല്ലാം പുനർനിർമ്മിക്കുകയും ചെയ്യാമെന്നുള്ളതായിരുന്നു ഇവരുടെ താല്പര്യം. അതാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ ഇന്റർവെൻഷൻ കൊണ്ട് ഇല്ലാണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. ഇനി 2019 ദേവസ്വം മന്ത്രി മാറിയല്ലോ, ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിക്ക് ഉത്തരവാദിത്തം ഇല്ലല്ലോ എന്ന് പറയാനോ, അന്നത്തെ ദേവസ്വം ബോർഡ് അല്ലല്ലോ ഇപ്പോൾ ഭരിക്കുന്നതെന്ന് പറയാനോ ഇവർക്ക് സാധ്യമല്ല. അന്നത്തെ ഉത്തരവാദിത്തം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നും നിങ്ങളും ഇതിൽ കൂട്ടുപ്രതികളാണെന്നുമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാതെ പറഞ്ഞിട്ടുള്ളത്. അഭിമാനത്തിന്റെ കണികയെങ്കിലും ഉണ്ടെങ്കിൽ, ഇല്ലെന്ന് പലവട്ടം തെളിയിച്ചതാണ്, എങ്കിൽ കൂടി ഒരു അവസരം കൂടി തരികയാണ്, ഉണ്ടെങ്കിൽ ഇന്നൊന്ന് രാജിവെച്ച് കാണിക്കണമെന്ന് ഞാൻ ഇവരോട് ആവശ്യപ്പെടുന്നു. ശരി, ശ്രീ പി കെ ഗോപൻ, നോക്കൂ, കോടതിയുടെ ഭാഗത്ത് നിന്ന് പ്രതികൂല പരാമർശങ്ങൾ ഉണ്ടായിട്ടുള്ള ഘട്ടങ്ങൾ ആലോചിച്ച് നോക്കൂ. മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് കെ കരുണാകരൻ രാജൻ കേസിൽ ഹൈക്കോടതിയുടെ പരാമർശം ഉണ്ടായപ്പോൾ രാജിവെച്ചത്. അതിനുശേഷം എത്രയെത്ര മന്ത്രിമാർ, ഏറ്റവും ഒടുവിൽ 2015 സീസറുടെ ഭാര്യ ശുദ്ധയായാൽ മാത്രം പോരാ, സംശയത്തിനും അതീതയായിരിക്കണമെന്ന് ജസ്റ്റിസ് കമാൽ പാഷ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ കെ എം മാണി രാജിവെച്ചില്ലേ? അന്ന് ആഹ്ലാദ നൃത്തം ചവിട്ടിയില്ലേ നിങ്ങൾ? ഇവിടെ ഇപ്പോ അങ്ങനെ സംശയമോ വിദൂരമായ സൂചനയോ ഒന്നും അല്ല കോടതി നൽകുന്നത് ദേവസ്വം ബോർഡിനെ കുറിച്ച്. ദേവസ്വം ബോർഡ് ഈ കാര്യത്തിൽ കുറ്റക്കാരാണ് എന്ന് ഖണ്ഡിതമായി കോടതി പറയുമ്പോൾ അവരെ രാജിവെപ്പിക്കുക, അവരെ പുറത്താക്കുക എന്നുള്ളതല്ലാതെ എന്താണ് കരണീയം? ഇത്രയും ആവേശകരമായി ഈ പ്രശ്നത്തെ അഭിലാഷ് ദയവായിട്ട് കാണേണ്ടതില്ല. എൻ്റെ സഹപാനലിസ്റ്റുകളുടെ പൊളിറ്റിക്സ് വെച്ച് അവർക്ക് ഇത്ര ആവേശം കൊള്ളാം. പക്ഷേ ഇത് ദേവസ്വം ബോർഡിൻ്റെ പ്രതിനിധികൾക്ക് ബഹുമാനപ്പെട്ട കോടതിയിൽ പറയാനുള്ള കാര്യങ്ങൾ അവർ പറയാനിരിക്കുന്നതേ ഉള്ളൂ. കാരണം അവർക്ക് നേരെ വിരൽ ചൂണ്ടിയാൽ തീർച്ചയായിട്ടും അവർക്ക് അത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട കോടതിയെ വിശദീകരണം ബോധിപ്പിക്കാനുള്ള അവസരമുണ്ട്. ഇത് സർക്കാരിലേക്കോ മന്ത്രിയിലേക്കോ എത്തപ്പെട്ടു എന്നുള്ള വ്യാഖ്യാനമാണ് ഇവിടെ കൊടുക്കുന്നത്. ഇത് 2019 വിഷയം മാത്രമല്ല, 2 ആഴ്ച കൂടി അധികം സമയം ഇൻവെസ്റ്റിഗേഷൻ ടീം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇത് പിറകോട്ട് പോകും. 1998 മുതൽ 2025 വരെയുള്ള അന്വേഷണം ഇതിൽ ബാധകമാകും. അപ്പോൾ ആരൊക്കെയാണ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൃത്യമായി ചൂണ്ടിക്കാണിച്ചതുപോലെ ആരൊക്കെയാണ് വെള്ളം കുടിക്കാൻ പോകുന്നതെന്ന് കാണാം. ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, അതിൽ യാതൊരു മടിയും വേണ്ട. ഏതെങ്കിലും വിധത്തിൽ ഇത് ഗൗരവതരമായി ദേവസ്വം ബോർഡിനെ, നിലവിലുള്ള ദേവസ്വം ബോർഡിനെ ബാധിക്കുന്നുവെങ്കിൽ അവരവിടെ തുടരാൻ CPM അനുവദിക്കില്ല. സമയമാവട്ടെ, നമുക്കത് കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഇത് മന്ത്രിയിലേക്കോ ഗവൺമെന്റിലേക്കോ വിരൽ ചൂണ്ടി ഈ പ്രശ്നത്തെ കാണേണ്ട കാര്യമില്ല. ദേവസ്വം ബോർഡ് 3 അംഗങ്ങളെ ഗവൺമെന്റ് നിശ്ചയിച്ചു കൊടുത്താൽ അതിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെല്ലാം നടത്തേണ്ടുന്ന ബാധ്യത അവർക്കാണ്. അല്ല, അതിപ്പോ തിരിച്ച് ശ്രീ രാജു പി നായരോട് ദേവസ്വം ബോർഡിന്റെ മാത്രം പ്രശ്നമാണോ? ഈ ദ്വാരപാലക പാളികൾ ഇതുപോലെ ആദ്യം കൊണ്ടുപോയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിട്ടത് പത്മകുമാറിന്റെ സമയത്ത് ദേവസ്വം ബോർഡാണ്. അദ്ദേഹം ദേവസ്വം പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ്. എൻ്റെ കയ്യിൽ സ്വർണ്ണമുണ്ട് എന്ന് പറഞ്ഞ് ഇമെയിൽ അയക്കുന്നത് N വാസു ദേവസ്വം പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ്. ഇപ്പോ കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് ഹൈക്കോടതി പറയുന്ന ഈ ദ്വാരപാലക ശില്പങ്ങളുടെ കൊണ്ടുപോകൽ നടക്കുന്നത് 2025 അന്ന് PS പ്രശാന്താണ്
ഈ മൂന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെ കാലത്ത് അവരുടെ ഇൻവോൾവ്മെന്റിൽ നടന്ന കാര്യമാണിത്. ഈ 3 പേരും നിങ്ങളുടെ പൊളിറ്റിക്കൽ നോമിനികളാണ് സാർ. അപ്പോൾ പിന്നെ അതിന് രാഷ്ട്രീയമായി കൂടി മറുപടി പറയണ്ടേ? ഇത് തന്നല്ലോ പറഞ്ഞത്. നിങ്ങൾ ഇപ്പോ അവിടെ നോക്കൂ, ഇത് രാജിവെക്കണോ ഇത്ര ആവേശത്തോടു കൂടി കോൺഗ്രസിന്റെ പ്രതിനിധി പറയുമ്പോൾ ശിവകുമാർ മന്ത്രിയായിരിക്കുമ്പോഴല്ലേ അദ്ദേഹത്തിന്റെ സഹോദരൻ 1,87,00,000 രൂപയുടെ കവർച്ച കേസിൽ പ്രതിയായി ദേവസ്വം ബോർഡിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത്. ശിവകുമാറിന്റെ രാജി നിങ്ങൾ ആരെങ്കിലും കേട്ടായിരുന്നു? അപ്പോൾ ഇതൊക്കെ നമുക്ക് തിരിഞ്ഞു നോക്കാനൊക്കെ അവസരങ്ങളുണ്ട്. അതുകൊണ്ട് അവിടെ അഴിമതി നടത്തിയ ആരെങ്കിലും സംരക്ഷിക്കുമെന്ന് CPM പ്രഖ്യാപിച്ചിട്ടില്ല. CPMന്റെ സംസ്ഥാന നേതൃത്വവും കേരള മുഖ്യമന്ത്രിയുമെല്ലാം ഇതിൽ ശക്തമായ നിലപാടെടുത്തതിന്റെ ഏറ്റവും വലിയ തെളിവ് ശ്രീ അഭിലാഷെ, അങ്ങയുടെ പത്രമായ മാതൃഭൂമി ദിനപത്രത്തിൽ ഇന്നലെ വന്ന റിപ്പോർട്ടുണ്ടല്ലോ, ആ റിപ്പോർട്ടിൽ ശബരിമലയിൽ ഏത് തരത്തിലുള്ള സ്ഥാവര ജംഗമ സ്വത്തുക്കളും ഇപ്പോൾ നിരീക്ഷണത്തിന് വിധേയമായിരിക്കുന്നു. അത് ഈ ദേവസ്വം ബോർഡ് കൊണ്ടുവന്നതാ. തമിഴ്നാട്ടിലെ ചെന്നൈയിലെ കമ്പനിയുമായിട്ട് ധാരണയുണ്ടാക്കി സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്ത് ഒരു തരത്തിലുള്ള അഴിമതി നടത്താതിരിക്കാൻ അവിടെ ദ്വാരപാലക ശില്പത്തിലോ അവിടുത്തെ മറ്റേതെങ്കിലും ഉപകരണങ്ങളിലോ എന്തെങ്കിലും വസ്തുക്കളിലോ ആരെങ്കിലും അനധികൃതമായി കൈവച്ചാൽ അത് തിരിച്ചറിയാനും നടപടി സ്വീകരിക്കാനുള്ള ജാഗ്രതയും ശബരിമലയിൽ ഒരു തരത്തിലുള്ള അഴിമതി നടക്കാതിരിക്കാനുള്ള ബാധ്യതയൊക്കെടുത്തവരാ. അത് ഈ കഴിഞ്ഞ 9 വർഷക്കാലത്തെ ഭരണം നോക്കിയാൽ മനസ്സിലാവും അവിടെ കൊണ്ടുവന്നത് എന്താണെന്നുള്ളത്. അവിടുത്തെ നിലവിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും മറ്റുള്ളവരും ഒക്കെ ചേർന്ന് അവിടെ സ്ഥിരമായി നടത്തിക്കൊണ്ടിരുന്ന കാട്ടുകൊള്ളയെ ഇല്ലാതാക്കാൻ വേണ്ടി എടുത്ത നിലപാടുകൾ എന്തൊക്കെയാണ്? VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ജസ്റ്റിസ് പരിപൂർണ കമ്മീഷനെ ഏർപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ അനധികൃത നിയമനത്തെ റദ്ദ് ചെയ്യാനെടുത്ത നിലപാട്. അതിനുശേഷം അവിടെ ശാന്തിക്കാരുടെ നിയമനത്തിൽ ഉണ്ടാക്കിയിരുന്ന ശാന്തിക്കാരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി, ശാന്തി നിയമനത്തിന് പണം വാങ്ങി, ആ പണം വാങ്ങിയ ആളുകളെ ലിസ്റ്റിൽപ്പെടുത്തി നറുക്കെടുപ്പുണ്ടായിരുന്ന സമയം ഇതെല്ലാം അറുതി വരുത്തിയിട്ടും ശബരിമലയിലെ വികസനത്തിന് വലിയ ഊന്നൽ കൊടുത്തുകൊണ്ടും ശബരിമലയിലെ മണ്ഡല തീർത്ഥാടന കാലത്തുൾപ്പെടെ വലിയ ജാഗ്രത കാണിച്ചുകൊണ്ടും ശബരിമലയെ അഴിമതി വിമുക്തമാക്കാൻ ശക്തമായ നിലപാടെടുക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ശ്രീ അഭിലാഷെ, ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, ആരെങ്കിലും ഇന്നലെ കോടതി പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട്. അവരെ സംരക്ഷിക്കുന്ന പ്രശ്നമില്ല സർ. ഇന്നലെ SITയോട് പറഞ്ഞ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇത് ദ്വാരപാലക ശില്പത്തിലും കട്ടിളയിലും ഒതുക്കേണ്ട എന്നുകൂടി കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പോ നിങ്ങൾ ഈ പറയുന്ന വളരെ മനോഹരമായി ഞങ്ങൾ ഇതൊക്കെ ചെയ്തു എന്ന് പറയുന്ന ആ ശബരിമലയിലാണ് കട്ടിളപ്പടി മുതൽ ദ്വാരപാലക ശില്പം വരെ ഇത്തരത്തിൽ അടിച്ചു മാറ്റപ്പെട്ടത്. എങ്ങനെയൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി പണം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടല്ലോ. ആനന്ദ സുബ്രഹ്മണ്യത്തിന് തന്നെ മൊഴിയുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പൂജിച്ച് ലക്ഷങ്ങളാണ് ഓരോ മനുഷ്യരുടെയും കയ്യിൽ നിന്ന് ശബരിമല അയ്യപ്പനെ വിറ്റ് കാശാക്കി ഇയാൾ വാങ്ങിച്ചിരിക്കുന്നത്. നിങ്ങളുടെ കാലത്താണ്, നിങ്ങളുടെ സർക്കാരിന്റെ കാലത്താണ്, നിങ്ങളുടെ ദേവസ്വം ബോർഡിന്റെ കാലത്താണ്. ഓർക്കണം, ഈ ദേവസ്വം ബോർഡിന്റെ കൊലൂഷനെ കുറിച്ച് വളരെ വ്യക്തമായി ഈ തട്ടിപ്പുകാരും ദേവസ്വം ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ ദേവസ്വം ബോർഡും തമ്മിൽ ഉണ്ടാക്കിയ സഖ്യത്തെക്കുറിച്ച്, അവിശുദ്ധ സഖ്യത്തെക്കുറിച്ച് സംസ്ഥാനത്തെ നീതിപീഠം തന്നെ, അതിന്റെ ദേവസ്വം ബെഞ്ച് തന്നെ പറയുമ്പോൾ പിന്നെ നമ്മൾ ഇനി അന്വേഷിച്ച് പോകേണ്ട കാര്യമെങ്കിലും ഉണ്ടോ? അത് ശരി. അപ്പൊ ഇതുവരെ CBI അന്വേഷിപ്പിക്കണം, ഈ SITയുടെ മേൽ വേറെ സമ്മർദ്ദം വരുന്നുണ്ട്, ഗവൺമെന്റിന്റെ ഇടപെടൽ വരുന്നുണ്ട് എന്നൊക്കെ ആക്ഷേപം മാറിയോ അഭിലാഷേ? ശ്രീ രാജു പറഞ്ഞ വിഷയമല്ല അവിടെ അസംബ്ലി നടന്നത്. CBI ഏൽപ്പിക്കണമെന്നാ പറഞ്ഞേ. അവർക്ക് CBIയോട് വലിയ താല്പര്യം ഉണ്ടാവും ഇടയ്ക്ക് വെച്ച്. CBI ഏൽപ്പിക്കണമെന്നാ പറഞ്ഞേ. ഈ അന്വേഷണ കമ്മീഷൻ പിണറായിയുടെ പോലീസാണെന്നാ പറഞ്ഞേ. അപ്പൊ ഞങ്ങൾ പറഞ്ഞത് എന്താ? ഈ അന്വേഷണ കമ്മീഷൻ 100% ഞങ്ങളാണ് കേരള ഹൈക്കോടതിക്ക് ഉറപ്പ് കൊടുത്തത്. ഏത് അന്വേഷണ കമ്മീഷൻ വെക്കാനും കോടതിയോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ചെയ്തത്. ആ അന്വേഷണ കമ്മീഷനോട് 100% സഹകരിക്കാൻ തയ്യാറാണ് എന്ന് അങ്ങോട്ട് പറയുകയാണ് ചെയ്തത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി SIT ഏർപ്പാട് ചെയ്തപ്പോ അതിൽ ഇന്നലെ നടന്ന ചർച്ചയിൽ, ഇന്നലെ ഞാൻ പങ്കെടുത്ത ചർച്ചയിൽ കോൺഗ്രസിന്റെ പ്രതിനിധി മെനഞ്ഞാന്ന് നടന്ന ചർച്ചയിലും ആവശ്യപ്പെട്ടത് ഇതിന്റെ മേൽ പോലീസിന്റെ സമ്മർദ്ദം, പോലീസിന് മേൽ ഗവൺമെന്റിന്റെ സമ്മർദ്ദം, CPMന്റെ സമ്മർദ്ദമുണ്ട്, ഇത് നിഷ്പക്ഷമല്ല എന്ന് ഇന്നലത്തെ ചർച്ചയിലും മിനിയാത്ത ചർച്ചയിലും പറഞ്ഞു. ഇപ്പൊ എവിടെ നിൽക്കുന്നു? CBI വേണ്ട ഇപ്പോ. അപ്പോ ഞങ്ങൾ ഈ അന്വേഷണ കമ്മീഷനെ തള്ളിക്കളയുന്നില്ല. ഞങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോട് നീരസമില്ല. ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒപ്പം ഉറച്ചു നിൽക്കുന്നു. CPMന്റെ അല്ല, ഏതൊരാൾ ഇതിൽ പെട്ടാലും ശരി, അത് ഇന്നോ വൈകുന്നേരം എന്നുള്ളതല്ലോ. കുറെ കണ്ടല്ലോ നമ്മള് ഈ ഗവൺമെന്റിനെതിരായിട്ട് എന്തെല്ലാം കൊണ്ടുവന്നു. ഈന്തപ്പഴം, ഒരു ഖുറാന്, എക്സാലോജിക്ക്, ലാവലിൻ, എവിടെ നിൽക്കുന്നു ശ്രീ അഭിലാഷെ? കഴിഞ്ഞ 9 കൊല്ലത്തിനിടയിൽ ഈ ഗവൺമെന്റിനെതിരായിട്ട് ഉന്നയിച്ച ആക്ഷേപങ്ങൾ പരിഹാസ്യങ്ങളായിട്ട് തിരിഞ്ഞുകുത്തുകയല്ലാതെ ഏതെങ്കിലും ഒരാൾ അഴിമതി നടത്തിയെന്ന് നമുക്കാർക്കെങ്കിലും ബോധ്യപ്പെടുന്ന കേരള ഹൈക്കോടതി പറഞ്ഞ കാര്യങ്ങൾ ഉദ്ധരിക്കുക മാത്രമാണ് ചെയ്തത്. ഇപ്പൊ ദേവസ്വം ബോർഡ്
ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് നടത്തിയിരിക്കുന്ന ഈ പരാമർശങ്ങൾ അത് അവരുടെ ഉത്തമ ബോധ്യത്തിൽ നിന്നാണല്ലോ. അന്വേഷണ സംഘത്തെ കേട്ടതിന് ശേഷമാണ് SITയോട് ഒരു ഇൻക്യാമറ പ്രൊസീഡിംഗ്സിൽ SITയോട് കാര്യങ്ങൾ അന്വേഷിച്ചതിന് ശേഷം കോടതി ഇങ്ങനെ വാക്കാൽ പറയുകയല്ല, രേഖപ്പെടുത്തി വെക്കണമെങ്കിൽ എത്രമാത്രം ഗൗരവതരമായ സാഹചര്യം എന്ന് നമ്മൾ ഇനി ആലോചിക്കുകയേ വേണ്ട. അത്രയും ഗൗരവതരമായ സാഹചര്യമാണ് കോടതി ഇത് ഈ തരത്തിൽ രേഖപ്പെടുത്തി വെച്ചത്. എന്നിട്ടും ഇന്നും ഈ സമയത്ത് നമ്മൾ സംസാരിക്കുന്ന സമയത്തും ദേവസ്വം ബോർഡ് മെമ്പർമാരും അതിന്റെ അധ്യക്ഷനും ആ പദവിയിൽ തുടരുന്നു എന്നുള്ളതാണ് ഞെട്ടിക്കുന്നത്, ആശ്ചര്യകരമായിട്ടുള്ളത്. ധാർമ്മികതയുടെ കണികയെങ്കിലും ഉണ്ടെങ്കിൽ അവർ രാജിവെച്ചു പോവില്ലേ? നിലവിലുള്ള ബോർഡിന് കോടതിയിൽ എന്താണ് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. എന്നിട്ട് അതിന്റെ തുടർ നടപടികളിലേക്ക് കടക്കും കേരളം. എന്താ സംഭവിക്കാൻ പോകുന്നത് കാണാം. ശരി, നമ്മൾ ഇന്ന് രാത്രി ഇതൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് വിചാരിച്ച് ആശങ്കപ്പെടണ്ട. തുടർ ദിവസങ്ങളിൽ അവർക്ക് പറയാനുള്ളത് കോടതി കേൾക്കട്ടെ, കോടതിയുടെ നിരീക്ഷണം വരട്ടെ. അതിനകത്ത് കുറ്റവാളികളാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ആരെയാ സംരക്ഷിക്കുന്നത്? അങ്ങനെയുള്ള സംരക്ഷണമൊന്നുമില്ല. അതുകൊണ്ട് അതിൽ ആശങ്കയൊന്നും വേണ്ട. ശരി, ശ്രീ രാജു പി നായർ, ഇവിടെ PS പ്രശാന്തിന്റെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നിലപാട്, ഞങ്ങൾക്ക് കോടതിയെ ചില കാര്യങ്ങൾ അറിയിക്കാനുണ്ട്, അത് അറിയിക്കുമ്പോൾ കോടതിക്ക് ഞങ്ങളുടെ ഈ കാര്യത്തിലെ നിരപരാധിത്വം ബോധ്യപ്പെടും എന്നുള്ളതാണ്. ദേവസ്വം ബോർഡ് പറയുന്നത് 2019 നടന്നതുപോലെ നടക്കാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും ഞങ്ങൾ എടുത്തിരുന്നു. എല്ലാ ഉദ്യോഗസ്ഥരും, ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരും അവിടെ വേണം. നേരിട്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ദ്വാരപാലക ശില്പപാളികൾ കൊടുത്തുവിടാൻ പാടില്ല എന്ന നിശ്ചിതമായ നിലപാട് ഞങ്ങൾക്കുണ്ടായിരുന്നു എന്നാണ് ദേവസ്വം ബോർഡ് വാദിക്കുന്നത്. അഭിലാഷേ, അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദിച്ചാൽ 2019 ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക്, ഒരു കീഴ്ശാന്തിക്കാരൻ്റെ പരികർമ്മിയായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വിശ്വാസ്യത കൊടുത്തത് എങ്ങനെയാണെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അയാൾ കള്ളത്തരം കാണിച്ചു എന്ന് തിരിച്ചിങ്ങോട്ട് 2022 വന്ന മഹസറിൽ ഉൾപ്പെടെ ഇതിനകത്ത് കൃത്യമായിട്ട് ചെമ്പ് പാളി എന്ന് രേഖപ്പെടുത്തിയ ഉൾപ്പെടെയുള്ള ഡിസ്ക്രിപ്പൻസീസ് മുഴുവൻ കേരളത്തിൻ്റെ ഹൈക്കോടതി കണ്ടിട്ടുണ്ട്. ഇപ്പം ദേവസ്വം ബോർഡിൻ്റെ തിരുവാഭരണം കമ്മീഷണർക്ക് തന്നെ ഇതിനകത്ത് തിരിച്ചു വന്നപ്പോൾ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് ബോധ്യമുണ്ടായിരുന്ന ഒരു കള്ളൻ എന്ന് ലേബൽ ചെയ്യാൻ കഴിയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ 2025 വീണ്ടും എന്തിനു വിളിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിന് എന്ന് പറയുന്ന മറുപടി, ഇതിൻ്റെ ഗ്വാറണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി, അത് തന്നെ ദുരൂഹമല്ലേ? ദേവന് കൊടുക്കുന്ന സ്വത്ത് ദേവസ്വം ബോർഡിൻ്റെ സ്വത്താണ്, ദേവൻ്റെ സ്വത്ത്. എന്തിനാണ് ദേവന് മൈനർ സ്റ്റാറ്റസ് കൊടുത്തിരിക്കുന്നത്? ദേവന്റെ ഒരു പൈസയുടെ സ്വത്ത് പോലും ക്രയവിക്രയം ചെയ്യപ്പെടരുത് എന്നുള്ളത് കൊണ്ടാണ് ഭരണഘടനയിൽ തന്നെ, അല്ലെങ്കിൽ ഇതിനകത്ത് ദേവന് മൈനർ സ്റ്റാറ്റസ് കൊടുത്തിരിക്കുന്നത്. അതിനെപ്പോലും അട്ടിമറിച്ചുകൊണ്ട് ദേവന്റെ സ്വത്തിന് മൂന്നാമതൊരാൾ, പുറത്തു നിൽക്കുന്ന ഒരാൾ, ഒരു സ്പോൺസർ എങ്ങനെയാ വാറണ്ടി ഹോൾഡറായത്? ഇതെല്ലാം ദുരൂഹമല്ലേ? അതാണ് ഹൈക്കോടതി ഈ അന്വേഷണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കുറ്റക്കാരനാണെന്ന് പറഞ്ഞത്. അന്വേഷണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കുറ്റക്കാരാണെന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ കാര്യം അതാണ്. അവിടെ ഇനി ഒരു മറുപടിക്കും അർഹതയില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ കേസ് വരുമ്പോൾ പറയട്ടെ, അതൊക്കെ നിങ്ങൾ പറഞ്ഞോ, ഒരു കുഴപ്പമില്ല, നിങ്ങൾ പറഞ്ഞോ. പക്ഷെ കോടതി കുറ്റക്കാരാണെന്ന് പ്രഥമദൃഷ്ട്യാ കണ്ടെത്തിയിരിക്കുന്നവർക്ക് ഈ പദവിയിലിരുന്നുകൊണ്ട് ഇത് അട്ടിമറിക്കാൻ, അന്വേഷണത്തെ അട്ടിമറിക്കാൻ കഴിയുന്ന അധികാരത്തിലിരുന്നുകൊണ്ട് നിങ്ങൾ നേരിടുന്നത് നിങ്ങളുടെ മാന്യതയ്ക്ക് ചേർന്നതാണോ? ഒന്ന്, രാഷ്ട്രീയമായ മര്യാദയ്ക്ക് ചേർന്നതാണോ? രണ്ട്, മൂന്നാമത് വിശ്വാസികൾക്ക് വിശ്വാസം ഉള്ള ഒരു അന്വേഷണമായിട്ട് ഇത് മാറുമോ? ഇല്ല എന്നുള്ളതാണ്. ഞങ്ങൾ അന്വേഷണത്തെ അങ്ങ് മുക്തകണ്ഠം പ്രശംസിച്ചു, ഞങ്ങൾ അങ്ങ് കൈവരുന്നു എന്നൊന്നും വിചാരിക്കണ്ട. ഞങ്ങളെ സംബന്ധിച്ചോളം ഈ അന്വേഷണം ഞങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് എവിടെയൊക്കെ അട്ടിമറി ഉണ്ടാവും എന്നുള്ളത് ഞങ്ങൾ നോക്കി തന്നെ ഇരിക്കുകയാണ്. അട്ടിമറിയുടെ ലക്ഷണം ഇപ്പൊ ശ്രീ ഗോപൻ ഇവിടെ പറഞ്ഞല്ലോ. എന്താ അദ്ദേഹം പറഞ്ഞത്? 2019 മാത്രമല്ല, 1999 അന്വേഷണം പോകും. 1999 അന്വേഷണം പോകുമ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു, എന്ത്? മുഖ്യമന്ത്രി പറഞ്ഞു ആരൊക്കെ പ്രതിയാവാൻ നോക്കാം. SIT അന്വേഷണം നടത്തുന്ന ഹൈക്കോടതിയുടെ മാത്രം റിപ്പോർട്ട് ചെയ്ത കേസിൽ മുഖ്യമന്ത്രിക്ക് എങ്ങനെ മനസ്സിലായി 1999 മുതൽ പ്രതി ഉണ്ടാവുന്നു? എങ്ങനെ മനസ്സിലായി? ഇതാണ് അഭിലാഷ പറഞ്ഞത്. അട്ടിമറിക്കുള്ള ശ്രമം എപ്പോഴും ഉണ്ടാകും, ഒരു സംശയവും വേണ്ട. അട്ടിമറിക്കുള്ള ശ്രമം ഉണ്ടാവും. ഞങ്ങൾ അതുകൊണ്ടാണ് കോടതിയുടെ നിരീക്ഷണത്തിൽ CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞത്. CBI ഞങ്ങൾക്ക് വിശ്വാസമാണോ? ശ്രീ ഗോപൻ, അങ്ങയുടെ നേതാവ് പിണറായി വിജയനാണ്. ഒരു കോടതിയുടെ നിരീക്ഷണം വേണ്ട, അദ്ദേഹത്തിന്റെ കീഴിലുള്ള ക്രൈംബ്രാഞ്ചിന്റെ 3 ഉദ്യോഗസ്ഥര് അന്വേഷിച്ചിട്ട് ഈ സരിതാ നായർ പറഞ്ഞ ആരോപണത്തിൽ ഒരു കഴമ്പുമില്ല എന്ന് പറഞ്ഞ് കേസെടുക്കാത്ത കേസിൽ CBIയെ വിളിച്ച് അന്വേഷണം ഏൽപ്പിച്ചത് നിങ്ങളുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാ. നരേന്ദ്രമോദിയെ അത്രമാത്രം വിശ്വാസമുള്ള ആളാണ് പിണറായി വിജയൻ. കാരണം അറിയോ, തട്ടിക്കാൻ കഴിയും. നരേന്ദ്രമോദിയുമായിട്ട് ചേർന്നുകൊണ്ട് ആ അന്വേഷണത്തെ അട്ടിമറിക്കാൻ കഴിയും എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ ലൈഫ് ഭവന പദ്ധതി കേസിൽ 1.5 കോടി രൂപയോളം ഈ ലോക്കറിൽ നിന്ന് കണ്ടെടുത്തതിന് ശേഷവും ആ ഹാബിറ്റാറ്റിന്റെ പ്രപ്പോസലിന്റെ മറികടന്ന് യൂണിടാക്കിന് കൊടുത്ത മീറ്റിംഗ്
ചെയർ ചെയ്ത മുഖ്യമന്ത്രിയോട് CBI ഇന്നേവരെ ഒരു ചോദ്യം പോലും ഇമെയിൽ ചോദിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? ഈ പറഞ്ഞല്ലോ മറ്റേ കുറെ അന്വേഷണങ്ങളുടെയൊക്കെ അന്വേഷണത്തിനെല്ലാം ഒടുവിൽ BJP സംരക്ഷിക്കുകയല്ലേ, അന്വേഷണം സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ. 2023 കൊടുത്ത സമൻസ് ഇതുവരെ കേരളം അറിഞ്ഞില്ല. കാരണം കേന്ദ്രത്തിലെ BJP ശങ്കുട്ടി ദാസിന്റെ BJP നാട്ടിൽ പറഞ്ഞില്ല. മുഖ്യമന്ത്രിയുടെ മകന് ഒരു സമൻസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നാട്ടുകാരോട് പറഞ്ഞില്ല. ഇത്രമാത്രം സംരക്ഷണം ഈ ഇന്ത്യയിൽ ഏതെങ്കിലും BJPയുടെ മുഖ്യമന്ത്രിമാർക്ക് അതിനേക്കാൾ കൂടുതൽ സംരക്ഷണം അന്വേഷണം അട്ടിമറിക്കാനുള്ള സാധ്യത എല്ലാ തരത്തിലുമുണ്ട്. ഞങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ വളരെ പകൽ പോലെ വ്യക്തമായ കൊള്ളയാണ് നടന്നിരിക്കുന്നത്. ശിവകുമാറിന്റെ കേസിനെ കുറിച്ച് പറഞ്ഞു, 9 വർഷമായിട്ട് വാഴയെ പോലെ അവിടെ ഇരിക്കുന്നില്ല നിങ്ങളെല്ലാം, വെറും വാഴകൾ. CVS ശിവകുമാറോ അനിയനോ, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല, അനിയനോ അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ ഇതുവരെ പിടിച്ചകത്തിടാൻ കഴിയാത്ത മരവാഴകൾ ആണ് നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിക്കണോ? എനിക്ക് പറയാൻ ആഗ്രഹമില്ല, രാഷ്ട്രീയമായ മര്യാദ കൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ എല്ലാത്തിലും കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ള വാദം നിർത്തുമ്പോ നിങ്ങൾ കഴിവുകെട്ടവരാണ് നിങ്ങൾ എന്ന് സമ്മതിക്കല്ലേ? ഞങ്ങളെ കൊണ്ട് പറ്റിയില്ല. നരേന്ദ്രമോദി പറയുന്നത് പോലെ നിങ്ങൾ അഴിമതിയുടെ ചെളി മറ്റുള്ളവരിൽ എറിയാൻ ശ്രമിക്കുകയും ഒരന്വേഷണവും ഒരാരോപണത്തിലും നടത്താതെ BJPയുമായി സെറ്റിൽ ചെയ്തിട്ട് ഞങ്ങൾക്കെതിരെ ഒരഴിമതി ആരോപണം എങ്കിലും തെളിയിക്കാൻ കഴിയുമെന്ന് ചോദിക്കുന്നത് നരേന്ദ്രമോദിയിൽ നിന്ന് നേരിട്ട് പിണറായി വിജയൻ പഠിച്ച പാഠമാണ്. നിർമ്മലാ സീതാരാമനുമായിട്ടുള്ള അന്നത്തെ കൂടിക്കാഴ്ചയിൽ ഇതായിരുന്നോ ക്ലാസ് എന്ന് ഗോപൻ പറഞ്ഞു തരണം. ക്ലാസ് അല്ലാണ്ട് കേരളത്തിന് വേണ്ടി എന്തെങ്കിലും നൽകിയതോ ഒന്നും നമ്മൾ അറിഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ അഴിമതികളെ മറച്ചു വെക്കാൻ വേണ്ടിയുള്ള ക്ലാസ് ആയിരുന്നു നിർമ്മലാ സീതാരാമന്റെ. അതാണ് ഗോപന്റെ നേതാവിന്റെ പണി ഇപ്പോഴത്തെ. ശരി ഓക്കെ. ശങ്കുട്ടി ദാസ്, ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് ഇല്ല എന്ന് തിരുവാഭരണം കമ്മീഷണർ പറഞ്ഞ സ്മാർട്ട് ക്രിയേഷൻസിൽ തന്നെ 2025 ഈ ദേവസ്വം ബോർഡ് ഈ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശാനായി കൊടുത്തു. എന്തുകൊണ്ട് എന്ന് ദേവസ്വം ബോർഡ് വിശദീകരിക്കേണ്ടതാണ്. അത് ഈ കളവ് മറയ്ക്കാനാണ് എന്ന് ഹൈക്കോടതി പറയുന്നു. ആ ഘട്ടത്തിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും അംഗങ്ങളെയും കേട്ടില്ല കോടതി എന്നുള്ളത്. അന്വേഷണ സംഘവും SITയും അവരുടെ മൊഴിയെടുത്തിട്ടില്ല. അപ്പോൾ അവർക്ക് വാദിക്കാമല്ലോ ചില കാര്യങ്ങൾ. ഒന്ന്, സ്മാർട്ട് ക്രിയേഷൻസ് 40 വർഷത്തേക്ക് വാറണ്ടി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രവൃത്തി യാതൊരു ചെലവുമില്ലാതെ സ്മാർട്ട് ക്രിയേഷൻസിൽ പൂർത്തീകരിക്കാൻ കഴിയും. വാറണ്ടി ഉള്ളതുകൊണ്ടാണ് സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോയത്. മറ്റ് ടെൻഡറോ മറ്റ് തരത്തിൽ വേറെ ആരെങ്കിലും കോമ്പീറ്റൻ്റ് ആയി ഉണ്ടോ എന്ന് അന്വേഷിക്കാത്തത് ഈ കാര്യം കൊണ്ടാണെന്ന് പറയാം. 2, സൗജന്യമായി ഒരു സ്പോൺസർ ഇക്കാര്യം ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സ്പോൺസറാണ് മുമ്പും ചെയ്തിട്ടുള്ളത്. അതേ സ്പോൺസറെ ബന്ധപ്പെട്ട് ആ സ്പോൺസർ സൗജന്യമായി തരുന്നതുകൊണ്ട് ഇവിടെ ഖജനാവിൽ നിന്ന്, ദേവസ്വം ബോർഡിൽ നിന്ന് 1 രൂപ പോലും ചെലവഴിക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ചെലവഴിക്കേണ്ട സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് വാദിച്ചൂടെ? ഒരിക്കലും സാധിക്കില്ല. നോക്കൂ, ഈ കേസിനെ പറ്റി ഒന്നും അറിയാത്ത ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി പറയുന്നൊരു കാര്യം മാത്രമാണ്. ഇപ്പോൾ പ്രശാന്തിൻ്റെ വർത്തമാനം കേട്ടാൽ നമുക്ക് തോന്നുന്നത് എന്താ, ഈ ഹൈക്കോടതിയിൽ നടക്കുന്ന പ്രൊസീഡിങ്സിലൊന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡോ ഈ പറയുന്ന ആളുകളോ കക്ഷികളായിരുന്നില്ല. ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ നിന്നൊരു അഡ്വേഴ്സ് ആയിട്ടുള്ളൊരു ഒബ്സർവേഷൻ ഉണ്ടായി, അല്ലെങ്കിൽ അവർക്ക് എതിരായിട്ടുള്ളൊരു വിധി ഉണ്ടായ സമയത്ത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാഗം പറയാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് ഞങ്ങളുടെ ഭാഗം കോടതി അറിയിക്കും എന്ന് പറയുകയാണ്. നോക്കൂ, ഈ കേസ് സുവോമോട്ടോ 2025 സെപ്റ്റംബർ 7-ാം തീയതി എടുത്തിട്ടുള്ള കേസിൽ അന്നു മുതൽ നടക്കുന്ന എല്ലാ നടപടിക്രമങ്ങളിലും ഭാഗവാക്കാണ് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഈ കേസിലെ സെക്കൻഡ് റെസ്പോണ്ടൻ്റാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, റെപ്രസെൻറ്റഡ് ബൈ സെക്രട്ടറി. എല്ലാ പോസ്റ്റിംഗ് സമയത്തും ദേവസ്വം ബോർഡിൻ്റെ വാദങ്ങൾ കോടതി കേൾക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ ഇവർക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വിഷയം ഉണ്ടായ സമയത്ത് സ്വർണം മാറ്റിയതാണോ, ചെമ്പ് എങ്ങനെ സ്വർണ്ണമായി എന്ന വിഷയം ഉണ്ടായ സമയത്ത് അന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഈ പ്രശാന്ത് തന്നെ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. എന്ത്, ഞങ്ങൾ ഈ കാര്യത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് 1998 മുതൽ 2025 വരെയുള്ള ഈ സ്വർണം പൂശലുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും സംശയമുണ്ട്, ആ കാര്യത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ കോടതിയെ സമീപിക്കാനിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അടുത്ത പോസ്റ്റിങ്ങിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വീണ്ടും സത്യവാങ്മൂലം ബോധിപ്പിച്ചിട്ടുണ്ട്, ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ കോടതിയുടെ നേതൃത്വത്തിലുണ്ടായി. ആ ഇൻവെസ്റ്റിഗേഷനിൽ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ കോടതി പറയുന്ന സമയത്ത് ഞങ്ങൾക്ക് പറയാൻ അവസരം കിട്ടിയില്ല
എന്ന് പറഞ്ഞാൽ ഓരോ അന്വേഷണത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ഇവർക്ക് എല്ലാവർക്കും അവരുടെ കാര്യം പറയാനുള്ള അവസരം കിട്ടില്ലല്ലോ. അതൊരു വിചാരണ പോലത്തെ നടപടികളിലേക്ക് തിരിയുന്ന ഘട്ടത്തിലല്ലേ. ഇപ്പം എന്താ കോടതി പറഞ്ഞത്? കോടതി മുമ്പിൽ പ്രഥമ ദൃഷ്ടിയാൽ വന്നിട്ടുള്ള വിവരങ്ങൾ കൊണ്ട് അനുമാനിക്കാവുന്ന കാര്യങ്ങളാണ്. ഇതിൻ്റെ മുകളിൽ വിശദീകരണത്തിൻ്റെ സ്കോപ്പൊന്നുമില്ല. ഇതിൻ്റെ മുകളിൽ ആദ്യം വേണ്ടത് രാജിയാണ്. ധാർമ്മികമായിട്ട് ഉത്തരവാദിത്തം ഏറ്റെടുത്തോണ്ടുള്ള രാജിയാണ്. ഇവർ ഈ കാര്യത്തിൽ ന്യായീകരണമായി പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും കളവാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സ്മാർട്ട് ക്രാഫ്റ്റ്സിലേക്ക് എന്തിനു കൊടുത്തയച്ചു, എന്തിനു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ കൊടുത്തയച്ചു, ഈ രണ്ട് കാര്യങ്ങളാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് സ്പോൺസർ എന്നിവർ പറയുന്നത് നുണയാണ്. ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ മുൻപ് കണ്ടെത്തിയിട്ടുള്ളതാണ്. ഇതിന് 2 ദിവസം മുൻപ് വന്ന രണ്ടാഴ്ച മുമ്പ് വന്നിട്ടുള്ള ഹൈക്കോടതിയുടെ ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസറുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി പറഞ്ഞിട്ടുള്ള വിധിയിൽ എങ്ങനെയാണ് ഈ സ്വർണത്തിൻ്റെ ഉപയോഗം ഉണ്ടായത്, ഇതിൻ്റെ വിതരണം ഉണ്ടായതെന്ന് പറയുന്നുണ്ട്. അതിലെവിടെ നിന്നൊക്കെയാണ് സ്വർണം വന്നതെന്ന് പറയുന്ന സമയത്ത് കോടതി കണ്ടെത്തുന്ന ഒരു കാര്യം, ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിയാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള 325 ഗ്രാം സ്വർണം തമിഴ്നാട്ടിൽ നിന്നുള്ള ഗോവർദ്ധൻ എന്ന പേരുള്ള ഒരു വ്യവസായിയാണ് കൊടുത്തിട്ടുള്ളത്. ആദ്യം 125 ഗ്രാം അദ്ദേഹം കൊടുത്തു. അത് മതിയാവില്ലെന്ന് പറഞ്ഞപ്പോൾ രണ്ടാമത് അദ്ദേഹം ഒരാഴ്ചയ്ക്കുള്ളിൽ 100 ഗ്രാം സ്വർണം കൊടുത്തു. അങ്ങനെ മൊത്തം 325 ഗ്രാം, ആദ്യം 175 പിന്നീട് 150, അങ്ങനെയാണ് തോന്നുന്നു. മൊത്തം 325 ഗ്രാം കൊടുത്തു. ഈ സ്വർണം ഉപയോഗിച്ചുകൊണ്ടാണ് ദ്വാരപാലക ശില്പങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഗോൾഡ് പ്ലേറ്റിംഗ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഗോൾഡ് യൂസേജ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുള്ളത് ഗോവർദ്ധനൻ എന്ന് പറയുന്ന ആളുടെ പേരിലാണ്. ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആളുടെ പേരിലല്ല. അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇത്രയും കാലം നമ്മളെ കബളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നൊരു കാര്യം മാത്രമാണ്. ഇതിൻ്റെ ഗോൾഡ് യൂസേജ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുള്ളത് തമിഴ്നാട്ടിൽ നിന്നുള്ള എം ഗോവർദ്ധൻ എന്ന് പറയുന്ന റിയൽ സ്പോൺസറുടെ പേരിലാണ്. അയാളെ നേരിട്ട് സമീപിക്കാൻ എന്തായിരുന്നു ഈ ദേവസ്വം ബോർഡിന്റെ തടസ്സം? ഇതിന്റെ ഇടയിൽ നിന്നുകൊണ്ട് സ്വർണ്ണം കമ്മീഷൻ പറ്റിയിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി വഴിക്കേ പോകുള്ളൂ എന്ന് എന്തായിരുന്നു ഇവർക്ക് നിർബന്ധം? അത് ഇവർക്ക് ഇപ്പോഴും പറയാൻ സാധിച്ചിട്ടില്ല. രണ്ടാമത്തെ കാര്യം, സ്മാർട്ട് കാർഡ്സ് എന്ന് പറയുന്ന സ്ഥാപനം നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ തിരുവാഭരണം കമ്മീഷണർ വിശ്വാസയോഗ്യമല്ലാത്ത സ്ഥാപനമാണെന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും അവിടേക്ക് പോകാൻ കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുള്ള മെച്ചം എന്താണ്? അത് നിങ്ങൾക്ക് ഇതുവരെയായിട്ട് ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. ഏറ്റവും ക്രൂഡായിട്ടുള്ള, ഏറ്റവും ഒബ്സലീറ്റ് ആയിട്ടുള്ള മാർഗങ്ങളിലൂടെ സ്വർണത്തെ വേർതിരിക്കാൻ ശ്രമിച്ചുകൊണ്ട്, അതായത് നഷ്ടപ്പെട്ടാലും വേണ്ടില്ല കിട്ടുന്നത് ഊറ്റിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ്. നമുക്ക് ദ്വാരപാലക ശില്പത്തിൽ നിന്ന് ഇവർ പറയുന്നത് പ്രകാരമാണെങ്കിൽ 700 ഗ്രാം സ്വർണം മാത്രമാണ് വേർതിരിക്കാൻ സാധിച്ചിട്ടുള്ളത്. ആ പണിയെടുത്തിട്ടുള്ള ശില്പി പറയുന്നത് 1.5 കിലോ സ്വർണം ക്ലാഡഡ് ആയിരുന്നു അതിൻ്റെ മുകളിൽ നിന്ന്. അങ്ങനെ 1.5 കിലോ സ്വർണം ക്ലാഡ് ചെയ്തിട്ടുള്ള പ്ലേറ്റിൽ നിന്ന് 700 ഗ്രാം മാത്രമേ ഇവർക്ക് വേർതിരിക്കാൻ പറ്റിയിട്ടുള്ളൂ എങ്കിൽ ഇവർക്ക് ഈ കാര്യത്തിൽ ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് പോലും ഇല്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ ഈ കട്ടിള പടികളിൽ നിന്ന് കേവലം 400 ഗ്രാം സ്വർണം മാത്രമാണ് അത്ര എക്സ്ട്രാക്ട് ചെയ്യാൻ സാധിച്ചത്. ഡോറിൽ നിന്ന് എത്ര സ്വർണ്ണം എക്സ്ട്രാക്ട് ചെയ്തു എന്നുള്ളതിന് കണക്കില്ല. ഡോർ എവിടെ പോയി എന്നുള്ളതൊരു വിചിത്രമായിട്ടുള്ള ചോദ്യമാണ്. മഞ്ഞുമലയുടെ അറ്റേ പുറത്ത് വന്നിട്ടുള്ളൂ എന്ന് പറയുന്നത് പോലെ ദ്വാരപാലക ശില്പം മാത്രമല്ല, കട്ടിളപ്പടി മാത്രമല്ല, ഈ വാതിലും ഇതേപോലെ കൊണ്ടുപോയിട്ടുണ്ട്. എന്നാൽ ഈ സ്മാർട്ട് ക്രാഫ്റ്റ്സിൽ എത്തിയത് പുതിയ നിലമ്പൂർ തേക്കിൽ നിർമ്മിച്ചിട്ടുള്ള ചെമ്പ് പൂശിയിട്ടുള്ള വാതിലാണെന്നാണ് അവരുടെ മൊഴിയിൽ പറയുന്നത്. അപ്പോൾ ഈ സ്വർണത്തിന്റെ പൊതിഞ്ഞ വാതിൽ എവിടെ പോയി എന്നറിയില്ല. എന്തായാലും അത്രയും ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് ഇല്ലാത്ത ആൾക്കാരാണ്. ഇവരുടെ തന്നെ സത്യാഗ്രഹത്തിൽ പറയുന്നത് ഞങ്ങൾക്ക് ഇത് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോയിട്ട് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തോളാൻ നിർദ്ദേശിച്ചു. അപ്പോൾ അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പ്രവർത്തിച്ചു എന്നൊക്കെയാണ്. അങ്ങനെയുള്ള ആളുകളെ എന്തിനു വീണ്ടും ആശ്രയിച്ചു എന്നത് പറയാനും ദേവസ്വം ബോർഡിന് സാധിച്ചിട്ടില്ല. ഇവർ ഈ പ്രൊസീഡിങ്സിലെല്ലാം ആദ്യം മുതൽ കക്ഷിയായിരുന്ന ആളുകളാണ്. ഇവരുടെ ഭാഗമെല്ലാം കോടതി നേരത്തെ കേട്ട് കഴിഞ്ഞിട്ടുള്ളതാണ്. ഇപ്പൊ ഈ വിധി ഉണ്ടായ സമയത്ത് ഞങ്ങൾ ഇനി എന്തോ കോടതിയിൽ അപ്പിയർ ചെയ്യാൻ പോകാന്നുള്ള പോലെ ആളുകളെ കബളിപ്പിക്കുന്നതൊന്നും ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. യെസ്, അവിടെ ശ്രീ ഗോപൻ നോക്കണം, ദേവസ്വം ബോർഡിലെ ഏറ്റവും ഉന്നതർ മുതൽ താഴോട്ടുള്ള ഓരോരുത്തരും അന്വേഷണത്തിന് വിധേയമാവണം, അവരുടെ ഓരോരുത്തരുടെയും പങ്ക് അന്വേഷിക്കണം എന്നുകൂടി കോടതി പ്രത്യേക അന്വേഷണ സംഘത്തോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ ദേവസ്വം ബോർഡിലുള്ള ആളുകളും പുറത്തുള്ള തട്ടിപ്പുകാരും ഒരുമിച്ച് ചേർന്ന് ഇവരുടെ പങ്കാളിത്തത്തോടു കൂടിയുള്ള ഗൂഢാലോചന നടത്തി അങ്ങനെ പൊതുമുതലായിട്ടുള്ള, അതല്ലെങ്കിൽ ഈ ദേവസ്വത്തിൻ്റെ അയ്യപ്പൻ്റെ മുതലായിട്ടുള്ള സ്വർണത്തെ ഭക്തർ വലിയ ഡിവൈൻ മുതലായിട്ട് കാണുന്ന ഈ കാര്യത്തെ അടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിഗുരുതരമായ കുറ്റകൃത്യം എന്നാണ് ഇതിനെ പറയേണ്ടത്. അപ്പോൾ ഇനി ദേവസ്വം ബോർഡ് ഞങ്ങൾക്ക് വിശദീകരിക്കാനുണ്ടെന്ന് പറയുമ്പോൾ എന്ത് വിശദീകരിക്കാനാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് സംശയാസ്പദമാണ്. മുതൽ പോയി എന്നുള്ളത് വസ്തുതയാണ്. അത് വളരെ ആസൂത്രിതമായാണ് കൊണ്ടുപോയതെന്ന് കോടതിക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ വെള്ളമെല്ലാം ഒഴുകിപ്പോയി കഴിഞ്ഞ ദേവസ്വം ബോർഡിന് എന്ത് വിശദീകരിക്കാനാണ്? എൻ്റെ അഭിലാഷേ, എന്തൊരാവേശമാണിത്! കൊലപാതകം നടന്നാലും കൊലപാതകം പോലെ തന്നെ നീചമായ ഒരു കുറ്റകൃത്യമാണിത്. അല്ലാതായിക്കോ, ഈ ആവേശം എപ്പോഴും കണ്ടാൽ മതി. അതല്ല ഇവിടുത്തെ പ്രശ്നം. ഞാൻ പറഞ്ഞു വന്നത്, കൊലപാതകം നടന്നാലും നടത്തിയ ആൾക്ക് പറയാനുള്ളത് കേൾക്കാൻ രാജ്യത്തെ നിയമ സംവിധാനം അനുവദിക്കുന്നില്ലേ? ഇവിടെ BJPയുടെ പ്രതിനിധി സൂചിപ്പിച്ചത്, അദ്ദേഹം പറഞ്ഞത്
ദേവസ്വം ബോർഡ് സെക്രട്ടറി അതിൽ കക്ഷിയും അവരിൽ റിപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നാണ്. ദേവസ്വം ബോർഡ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചാണ്, നിലവിലുള്ള ദേവസ്വം ബോർഡ് സെക്രട്ടറിയെ കുറിച്ച് ഉണ്ടെന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചാണ് ദേവസ്വം ബോർഡ് മുന്നോട്ട് വെക്കുന്ന ആക്ഷേപം. SIT കണ്ടുപിടിച്ചതും 10ഓളം ഉയർന്ന ഉദ്യോഗസ്ഥർ ഇതിൽ പങ്കാളികളാണെന്നാണ്. അവർ ദേവസ്വം ബോർഡിനെ എങ്ങനെയൊക്കെ മിസ്ലീഡ് ചെയ്തിട്ടുണ്ട്, ദേവസ്വം ബോർഡിന്റെ പേപ്പേഴ്സ് എങ്ങനെയൊക്കെ ഡൈവേർട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുകയാണ്, ഞങ്ങൾക്ക് ഇത് കോടതി പറയാനുള്ളത് പറയാൻ അവസരം ലഭിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇനിയൊന്നും പറയണ്ട, ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, നിങ്ങളുടെ വാദമൊന്നും കേൾക്കണ്ട എന്ന് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞില്ലല്ലോ. നിങ്ങൾ 2-3 പേരല്ലേ ഇരുന്ന് പറയുന്നത്. അത് അവിടെ ഇരിക്കട്ടെ. രണ്ടാമത്തെ കാര്യം, ഇത് എന്തുകൊണ്ട് ഗോവർദ്ധന്റെ കേസ് അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാണിച്ചു. ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റി വശമല്ല കൊടുത്തു വിട്ടത്. ഇത് എത്രയോ തവണ നമ്മൾ ആവർത്തിച്ചതാ. ഇത് ഗോവർദ്ധൻ വശമോ ഉണ്ണികൃഷ്ണൻ പോറ്റി വശമോ ഒന്നും അല്ല കൊടുത്തു വിട്ടത്. സ്മാർട്ട് ക്രിയേഷൻസ് ആണ് ഇതിന്റെ ഗ്യാരണ്ടി ഏറ്റിട്ടുള്ളത്. ആ ഗ്യാരണ്ടി അവർ ഏറ്റിട്ടുള്ളത് കൊണ്ട് ഇതുവരെ വന്ന വിശദീകരണമാണ് നമ്മൾ പറയുന്നത്. സ്മാർട്ട് ക്രിയേഷൻസ് ആണ് ഗ്യാരണ്ടിയുടെ ആളുകൾ എന്നുള്ളത് കൊണ്ട് ഉദ്യോഗസ്ഥർ വഴി അവരെയാണ് ഏൽപ്പിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡിനെ സമീപിച്ചിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് എന്തെങ്കിലും ബാധ്യത ഉണ്ടെങ്കിൽ, മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ബാധ്യത ഉണ്ടെങ്കിൽ അയ്യപ്പ സംഗമത്തിന്റെ 4 ദിവസം മുമ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റി നിലവിലുള്ള ദേവസ്വം ബോർഡിനെതിരായിട്ട് ആക്ഷേപം ഉന്നയിക്കുമോ? ശ്രീ അഭിലാഷേ, എന്തുകൊണ്ട് അദ്ദേഹം ആക്ഷേപം ഉന്നയിച്ചത്? അദ്ദേഹം ആക്ഷേപം ഉന്നയിച്ചത് ദീർഘദർശനം നടത്തിയിട്ടാണ്. കാരണം താൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കൊള്ള അവിടെ ഇല്ലാതാകാൻ പോവുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ ആരോ അയ്യപ്പ സംഗമത്തിന്റെ ഒരു സംവിധാനം കേരളത്തിൽ ഉയർന്നു വന്നപ്പോ അങ്ങ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ള ആളെ അങ്ങ് മാറ്റി നിർത്തിയിട്ട് സ്മാർട്ട് ക്രിയേഷൻസിന് ഗ്യാരണ്ടി ഉള്ളതുകൊണ്ട്, സ്മാർട്ട് ക്രിയേഷൻസ് ഗ്യാരണ്ടി തന്നതുകൊണ്ട് സ്മാർട്ട് ക്രിയേഷൻസ് കൊണ്ടുപോയി എന്നല്ലേ പറയുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ, അതായത് ഈ പ്രശാന്തിന്റെ ദേവസ്വം ബോർഡിന്റെ സെക്രട്ടറി ഒപ്പിട്ടയച്ച കത്ത്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തിരുവിതാംകൂറിന്റെ തിരുവാഭരണം കമ്മീഷണർക്ക് അയച്ച കത്ത് ഞാൻ വായിക്കാം. സൂചനാ റിപ്പോർട്ട് ബോർഡ് വിശദമായി പരിശോധിച്ചു. ശബരിമല ദേവസ്വത്തിൽ ശ്രീകോവിലിന് മുമ്പിലുള്ള ചെമ്പിൽ പൊതിഞ്ഞ് സ്വർണം പൂശിയിട്ടുള്ള ദ്വാരപാലകന്മാരുടെ ശില്പത്തിന്റെ അറ്റകുറ്റപ്പണികൾ സ്പോൺസർ ചെയ്യുന്നതിന് ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രണവ നിവാസ് ബാംഗ്ലൂർ എന്ന ഭക്തൻ സന്നദ്ധത അറിയിച്ചിട്ടുള്ള സാഹചര്യത്തിലും വർഷത്തെ ശബരിമല സീസണിന് മുൻപായിട്ട് ഈ അറ്റകുറ്റപ്പണികൾ സമയബന്ധിതമായി തീർക്കേണ്ടതിന്റെ ആവശ്യകത കണക്കിലെടുത്തും സ്പോൺസറുടെ പൂർണ്ണ ചെലവിൽ പൊതുപണപ്പിരിവ് കൂടാതെ ദ്വാരപാലകന്മാരുടെ മെയിൻ്റനൻസിനും സ്വർണം പൂശൽ ജോലികൾക്കുമായി നിലവിൽ പൊതിഞ്ഞിട്ടുള്ള ചെമ്പുപാളികൾ ചെന്നൈയിലുള്ള ഫാക്ടറിയിൽ, അതായത് സ്മാർട്ട് ക്രിയേഷൻസ് ചെന്നൈ എത്തിച്ച് ഇലക്ട്രോപ്ലേറ്റിംഗ് ജോലി ചെയ്യുന്നതിന് അനുവദിച്ച് ബോർഡ് ഉത്തരവായ വിവരം അറിയിക്കുന്നു. ഈ ബോർഡിന്റെ കടലാസാണ് ഞാൻ വായിച്ചത്. അല്ലാതെ ഇപ്പോ ഇത്തവണ ഉണ്ണികൃഷ്ണൻ പോറ്റി വേറെന്തോ ആണ്, ഞങ്ങളെല്ലാം സ്വന്തം നിലയ്ക്ക് ബാംഗ്ലൂരിൽ കൊണ്ടുപോയതാണെന്ന് പറയല്ലേ. ഞാൻ വായിച്ചത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉത്തരവാണ്. ഈ അഭിലാഷേ, അതിനകത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി അദ്ദേഹത്തിന്റെ ചെലവിൽ ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ വാദം കേട്ടുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി വശമല്ല കൊടുത്തു വിട്ടത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലല്ല കൊടുത്തു വിട്ടത്, അത് ഞാൻ സമ്മതിച്ചു. അല്ല അഭിലാഷിന്റെ ചോദ്യം മാത്രമല്ല, എനിക്ക് ചില കാര്യങ്ങൾ കൂടി പ്രതികരിക്കാനുണ്ട്. നിങ്ങൾ സമയം അനുവദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചോദ്യത്തിൽ മാത്രം ഞാൻ കുടുങ്ങിക്കിടക്കാം. അതുകൊണ്ട് ദയവായി മനസ്സിലാക്കേണ്ടത്, ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്രയൊക്കെ കാര്യങ്ങൾ ഉണ്ടായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി വശമല്ല കൊടുത്തു വിട്ടത്. അയാൾ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിട്ടും നിലവിലുള്ള ദേവസ്വം ബോർഡ് അയാളുടെ കൊടുത്തു വിട്ടിട്ടില്ല. അയാളും നിലവിലുള്ള ദേവസ്വം ബോർഡുമായിട്ട് യാതൊരു ടൈപ്പും ഇല്ലെന്നുള്ളതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഈ നിലവിലുള്ള ദേവസ്വം ബോർഡ് മനോഹരമായി സംഘടിപ്പിച്ച് അയ്യപ്പ സംഗമത്തെ ഇല്ലാതാക്കാൻ അയാൾ തന്നെ രംഗത്ത് വന്നത്. അത് അയാളുടെ സഹോദരിയെ പോലും വഞ്ചിച്ചുകൊണ്ട് ദ്വാരപാല വീടകം ഒളിപ്പിച്ചു വെച്ചിട്ട് നടത്തിയ ഒരു അഭ്യാസമാണ്. അത് അയാളുടെ കയ്യിൽ നിന്നില്ല. അങ്ങനെ ശാന്തിക്കാരനായി, നേർച്ചക്കാരനായി, ശബരിമലയുടെ പടവുകൾ കയറിയ ആളാണ് ഇപ്പോൾ കവർച്ചക്കാരനായി അഴിക്കുള്ളിലേക്ക് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ അക്കാര്യം വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രശ്നം, ഇവിടെ ശ്രീ രാജു നായർ ഉന്നയിച്ച ഈ പ്രശ്നങ്ങൾ കേരളത്തിൽ എത്ര വർഷമായിട്ട് ചർച്ച ചെയ്ത് ചവറ്റുകൊട്ടെ തള്ളിയ കാര്യമാണ്. ശ്രീ രാജു നായർ വിജിലൻസ് കോടതി തള്ളിക്കളഞ്ഞ കേസ്, ഹൈക്കോടതി തള്ളിക്കളഞ്ഞ കേസ്, ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം CBIയോട് തെളിവ് സമർപ്പിക്കാൻ 27 തവണ ആവശ്യപ്പെട്ടിട്ടും തെളിവ് സമർപ്പിക്കാതെ സുപ്രീം കോടതി പരിഗണിക്കാതെ കിടക്കുന്ന കേസിന്റെ പേരെ ലാവലിൻ. നിങ്ങൾക്ക് ഏത് തെരഞ്ഞെടുപ്പിൽ അല്പം ഉളുപ്പ് വേണ്ടേ സുഹൃത്തുക്കളെ ഈ ലാവലിൻ എന്ന് പറഞ്ഞ് ഇനി ഉയർന്നു കിടക്കാൻ? രണ്ടാമത്, ഈ ED അയച്ച നോട്ടീസുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ എത്ര പരിഹാസ്യമായി 11 വയസ്സുള്ള കുഞ്ഞിനെ, അന്ന് സ്കൂളിൽ പഠിക്കുന്ന കുട്ടി, ഈ പഠനാവശ്യത്തിന് വേണ്ടി ലാവലിന്റെ പണം കൈപ്പറ്റി എന്ന രൂപത്തിലുള്ള ED നോട്ടീസ്, ആ നോട്ടീസ് ഒരു കൈയെഴുത്ത് പ്രതിയായിട്ട് കൊടുത്തു വിടുക, അതിന് അഡ്രസ് ഇല്ലാതിരിക്കുക, ഏറ്റവും വലിയ ആക്ഷേപകരമായി അത് ഉയർത്തിപ്പിടിച്ച മാധ്യമങ്ങൾ ഇപ്പൊ എവിടെ പോയി? ശ്രീ രാജു പി നായരെ, നിങ്ങൾ ഇനി അത് ഉയർത്തിപ്പിടിച്ചോണ്ട് പോവാണോ? ഇനി നിങ്ങൾ പരമ്പരാഗതമായിട്ട് പറയുന്ന ഈ ബാന്ധവം, നിങ്ങൾ അല്പം ചരിത്രബോധം വേണ്ടേ? ഈ 60 പാർലമെന്റ് മെമ്പർമാർ ഇടതുപക്ഷത്തിന്റെ കയ്യിലുള്ളപ്പോൾ
12 മന്ത്രിമാരെ, ക്യാബിനറ്റ് മന്ത്രിമാരെ ഇടതുപക്ഷത്തിന് തരാമെന്ന് പറഞ്ഞ് സോണിയാഗാന്ധി CPIM-ന്റെ സുർജിത് ഭവനിൽ വന്ന് AKG ഭവനിൽ വന്ന് സുർജിത്തിനെ കണ്ടിട്ട് ഈ 12 മന്ത്രിമാരെ വാങ്ങിച്ചുകൊണ്ടാണോ BJP ഒഴിവാക്കാൻ നിങ്ങൾക്ക് പിന്തുണ നൽകിയത്? ഒരു മന്ത്രിസ്ഥാനം ഏറ്റെടുക്കാതെ, ഒരു കോർപ്പറേഷൻ സ്ഥാനം ഏറ്റെടുക്കാതെ BJP ഒഴിവാക്കാൻ CPM എടുത്ത നിലപാട് നിങ്ങൾ ഈ പാർട്ടിയെ നമ്മൾ അത്തരം വിഷയങ്ങളിലേക്ക് പോയാൽ മുഖ്യ വിഷയത്തിൽ നിന്ന് അദ്ദേഹം പറഞ്ഞതുകൊണ്ട് താങ്കൾ അത് മറുപടി പറഞ്ഞത് അവസാനിപ്പിച്ചു. ഇത് പറഞ്ഞേ പറ്റൂ. ശരി അഭിലാഷ്, ഇത് പറഞ്ഞേ പറ്റൂ. തയ്യപ്പാരുമായിട്ട് 2 മുഖ്യമന്ത്രിമാരുടെ മക്കളെ BJP കൊടുത്തവരുമായിട്ടോ 12 മുഖ്യമന്ത്രിമാരെ BJP കൊടുത്ത പാർട്ടിയോ ഏതാണ്ട് 17 PCC പ്രസിഡന്റുമാരെ BJP കൊടുത്ത പാർട്ടിയോ ആ പാർട്ടിയാണ് CPM-ഉം BJP ആയിട്ട് ടൈപ്പ് ഉണ്ടെന്ന് പറയുന്നത്. റോബർട്ട് വധേരയാണ് സാർ നിങ്ങളുടെ പാർലമെന്റ് മെമ്പറിന്റെ അഖിലേന്ത്യാ നേതാവിന്റെ ഭാര്യ നേതാവായ പ്രിയങ്ക ഗാന്ധിയുടെ ജീവിത പങ്കാളി റോബർട്ട് വധേരയാണ് BJP-യുടെ ഇലക്ഷൻ ഫണ്ടിലേക്ക് 176 കോടി രൂപ കൊടുത്തത്. ഈ ടൈപ്പ് ഇവിടെ പറയരുത്. അതുകൊണ്ട് CPM-ഉം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും എക്കാലത്തും ഹിന്ദു വർഗീയതയ്ക്കെതിരായി ശക്തമായി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനത്തെ എത്ര കാലം ഈ രാഷ്ട്രീയം പിടിച്ചു നിൽക്കും? എത്ര കാലം ഈ രാഷ്ട്രീയം ഇങ്ങനെ കൊണ്ടുപോകും? അതുകൊണ്ട് കേന്ദ്ര ഏജൻസി പിണറായിയുടെ പേരിൽ ഒരു ചെറിയ തെളിവ് കണ്ടെത്താൻ പറ്റാത്തത് കൊണ്ടാ നിങ്ങൾ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ആക്ഷേപിക്കുക. ഞങ്ങൾ വെല്ലുവിളിക്കുക കേന്ദ്ര ഗവൺമെന്റിനെ. ഞങ്ങൾ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിനെ വെല്ലുവിളിക്കുക പിണറായിക്കെതിരെ കേസെടുക്കാൻ. നിങ്ങൾക്ക് ധൈര്യം ഉണ്ട് എടുക്കും. നിങ്ങൾ ശബരിമല പ്രശ്നത്തിൽ ഇതുകൊണ്ട് കൂട്ടി കഴിക്കണ്ട. ഞങ്ങൾ സത്യസന്ധയോടുകൂടി ഈ കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടന്നവരാ. ഞങ്ങളുടെ തുള്ളിയാ ഞങ്ങളുടെ പണം. അല്ലാതെ ഈ മുതലാളിമാരുടെ പൈസ മേടിച്ചിട്ടല്ല. ഞങ്ങൾ ഇലക്ട്രൽ ബോണ്ടിൽ കാശ് വാങ്ങിച്ച പാർട്ടിയല്ല. ശരി, അല്ല ഇപ്പൊ നമ്മൾ ഈ സമകാലിക രാഷ്ട്രീയ വിഷയങ്ങൾ മുഴുവൻ ചർച്ച ചെയ്യാൻ പോയാൽ ഈ സമയം അതിന് തികയാതെ ഇല്ല. അതിന് അദ്ദേഹം പറഞ്ഞ കാര്യത്തിന് താങ്കൾ മറുപടി പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് അവിടെ നിർത്താമെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ശ്രീ രാജു പി നായർ, ഞാൻ നേരത്തെ വായിച്ച ഉത്തരവില്ലേ, ആ ഉത്തരവിന്റെ അവസാന ഭാഗം ഇങ്ങനെയാണ്: ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ, വിജിലൻസ് ഓഫീസർ, ഡിപ്പാർട്ട്മെന്റ് സ്മിത്ത് എന്നിവരുടെ സാന്നിധ്യത്തിലും താങ്കളുടെ മേൽനോട്ടത്തിലും, താങ്കൾ എന്ന് പറഞ്ഞാൽ തിരുവാഭരണ കമ്മീഷണർ, വകകൾ അറ്റകുറ്റപ്പണിക്കായി ചെന്നൈയിലെ ഫാക്ടറിയിലേക്ക് കൊണ്ടുപോയി പരാതിക്കിടവരാത്ത വിധം അറ്റകുറ്റപ്പണികൾ ചെയ്ത് പുനഃസ്ഥാപിക്കുന്നതിന് നിർദ്ദേശിച്ച് ബോർഡ് ഉത്തരവായ വിവരം അറിയിക്കുന്നു എന്നാണ്. അപ്പോൾ പ്രശാന്തിന്റെ ദേവസ്വം ബോർഡ്, ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പറഞ്ഞത് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറും വിജിലൻസ് ഓഫീസറും സ്മിത്തും നേരിട്ട് പ്രസന്റായി തിരുവാഭരണ കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ സ്മാർട്ട് ക്രിയേഷൻസിൽ ഈ അറ്റകുറ്റപ്പണികൾ നടത്തണം എന്നുള്ളതാണ്. അപ്പോൾ 2019 സമാനമായ കുറ്റകൃത്യം PS പ്രശാന്തിന്റെ ദേവസ്വം ബോർഡിൽ ആരോപിക്കാൻ കഴിയുമോ? സമാനമായ കുറ്റകൃത്യം തന്നെയാണ്. അത് അറിയണമെങ്കിൽ എങ്ങനെയാണെന്നറിയോ? 2019 കീഴ്ശാന്തിയുടെ പരികർമ്മിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇത് ചുമതലപ്പെടുത്തിക്കൊണ്ട് 2019 ഈ ഉത്തരവ് എങ്ങനെ ഉണ്ടായത് ഗോപൻ വിശദീകരിക്കണം. 2025 ഈ വിളിച്ചുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ എന്ന് പറയുന്നല്ലോ. അപ്പോൾ 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദേവസ്വം ബോർഡ് പേരെഴുതി വെച്ച് അച്ചടിച്ചു കൊടുത്ത വാറോലയുണ്ടല്ലോ, അതെങ്ങനെ ഉണ്ടായി എന്ന് ഗോപൻ വിശദീകരിക്കേണ്ടി വരും. ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തള്ളിപ്പറഞ്ഞാൽ പോരാ, അന്നെടുത്ത് മടിയിൽ വെച്ച് അയാൾക്കിത് കൊടുത്തു വിട്ടവരാണ്. അഭിലാഷ് തോന്നുന്നുണ്ടോ 39 ദിവസം കൊണ്ട് ഈ പറയുന്ന സ്വർണ്ണപാലി ഉൾപ്പെടെ ഈ ശില്പം ഉൾപ്പെടെ പുറത്തു കൊണ്ടേ വിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ 39 ദിവസം കൊണ്ട്? അപ്പോൾ അതിനു മുമ്പ് ദ്വാരപാല ശില്പം ഉൾപ്പെടെ അയ്യപ്പന്റെ വിഗ്രഹത്തിനോട് വില പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല. ഈ ദ്വാരപാല ശില്പം ഉൾപ്പെടെ വിൽക്കാൻ വേണ്ടി ബയറെ കണ്ട് ഡീൽ ഉറപ്പിച്ചതിന് ശേഷം ദേവസ്വം ബോർഡ് ഗൂഢാലോചന നടത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരെഴുതി വെച്ച് ആ സ്വർണ്ണപ്പാളിയെ ചെമ്പ് പാളി എന്ന് ഉത്തരവിൽ എഴുതി കൊടുത്തുവിട്ടതാണ്. പെരുങ്കള്ളന്മാർ എന്നിട്ടാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇത് പകൽ പോലെ വ്യക്തമാണ് അഭിലാഷേ. ഇനി അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. പിന്നെ ഗോപന് ഇവിടെ വന്നിരുന്ന് വെല്ലുവിളിക്കാം കേന്ദ്ര സർക്കാരിന്. ഗോപന്റെ വെല്ലുവിളി കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ചിരി വന്നു പോയി. കാരണം അറിയോ, 2ാം ഘട്ടത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇവിടെ നിന്ന് കൂടും പിടക്കുകയും മകനെയും മരുമകളെയും എല്ലാവരും കൂടി വിളിച്ചുകൊണ്ട് നേരെ ഇന്തോനേഷ്യക്ക് പോയ ആളാണ്. ഇന്തോനേഷ്യക്ക് ഇല്ലേ, സ്വന്തം പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന ഞങ്ങളുടെ ഔദാര്യം കൊണ്ട് ആ ചിഹ്നം പിടിച്ചു നിർത്താൻ വേണ്ടി സിക്കാറിൽ മത്സരിക്കുന്ന ആളോട് വേണ്ടി പോലും പ്രചരണം നടത്താതെ പോയ ആളാണ്. ഓടി ഒളിച്ച ഭീരുവാണ് ഈ പിണറായി വിജയൻ. ഇല്ലേ എവിടെയാണ് ഇയാൾ പോരാടിയത്? ശരി അല്ല, ആ വിഷയത്തിലേക്ക് പോയാൽ നമ്മുടെ സ്വർണ്ണ വിഷയത്തിൽ നിന്ന് മാറിപ്പോകും. ഇതൊക്കെ ഒരുപാട് തവണ നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങളല്ലേ. ഞാൻ അതിലേക്ക് അധികം പോകുന്നില്ല. ശബരിമലയുടെ കാര്യത്തിലേക്ക് പോകുന്നില്ല. പക്ഷെ ഈ വീരവാദം പറയുമ്പോ പോണല്ലോ. ദേവസ്വം ബോർഡിന്റെ നിയമനത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു. ഗോപൻ 2015 ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെന്റ് ബോർഡ് ഉണ്ടാക്കുന്നത്. ഉമ്മൻചാണ്ടി സർക്കാർ വെല്ലൊക്കെ പഠിച്ചിട്ട് വന്ന് മറുപടി പറയാൻ നോക്കണം. മനസ്സിലായില്ലേ? പിന്നെ ഇതിനകത്ത് വളരെ വ്യക്തമാണ് അഭിലാഷ്, ഈ 2025 ഇത് കൃത്യമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ കൊള്ളയുടെ ഭാഗമാണ്.
നടത്തിയ കൊള്ളയുടെ ഭാഗമാണ്. ഗോപൻ ചോദിക്കുകയാണ്, അയ്യപ്പ സംഗമത്തിന് മുമ്പേ ഇയാൾ പറഞ്ഞില്ലേ ഈ പീഠം സഹോദര വീട്ടിൽ നിന്ന് കണ്ടുപിടിച്ചില്ലേ? ഗോപൻ എന്തുകൊണ്ട് 2025 ഈ അയ്യപ്പ സംഗമം നടക്കുമ്പോൾ അതിന് 3 ദിവസങ്ങൾക്കോ 4 ദിവസങ്ങൾക്ക് മുമ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് ഈ പീഠം ദേവസ്വം കണ്ടുപിടിച്ചിട്ട് എന്തുകൊണ്ട് ഇയാൾക്കെതിരെ ക്രിമിനൽ കേസെടുത്തില്ല? അയ്യപ്പന്റെ പീഠം പുറത്തുകൊണ്ട് മറിച്ചു കൊടുത്തിട്ട് കള്ളത്തരം പറഞ്ഞാലേ അന്ന് ക്രിമിനൽ കേസെടുത്ത് അറസ്റ്റ് ചെയ്യണ്ടേ? അന്ന് അറസ്റ്റ് ചെയ്ത പുറകെ പിണറായി വിജയനും കൂടി പോകും, പുറകെ പിണറായി വിജയനും കൂടി അകത്തേക്ക് പോകും. ശരി, അതാണ് പ്രശ്നം. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി 2019 മുതൽ നടത്തിയിട്ടുള്ള കൊള്ളകൾ മുഴുവൻ ദേവസ്വം ബോർഡുകൾക്ക് അറിഞ്ഞിട്ട്, ദേവസ്വത്തെ വിജിലൻസിന് അറിഞ്ഞിട്ട് എന്തുകൊണ്ട് ഇയാൾക്കെതിരെ ക്രിമിനൽ കേസെടുത്തില്ല? ഈ ആഭ്യന്തരമന്ത്രി പിണറായി വിജയൻ 3 ദേവസ്വം പ്രസിഡന്റുമാരും ആയിട്ട് ഗൂഢാലോചന നടത്തി. എന്തുകൊണ്ട് ഇയാൾക്ക് രക്ഷപ്പെടാൻ അവസരം കൊടുത്തു? അതാണ് പിണറായി വിജയന്റെ ഇതിനകത്തുള്ള കുറ്റവാളി. പിണറായി വിജയൻ അറിയാതെ കേരളത്തിൽ ഇത്തരത്തിലുള്ള കൊള്ള നടക്കില്ല. ഇത് ശബരിമല മാത്രമല്ല അഭിലാഷേ, ശബരിമല മാത്രമല്ല, ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. വലിയ കൊള്ള ഗുരുവായൂർ നടന്നിരിക്കുന്നു. ഞാനിരിക്കുന്ന തൃപ്പൂണിത്തുറയാണ്, എൻ്റെ നാടാണ്. പൂർണ്ണത്രയീശന്റെ ഇതിൽ നിന്ന് രത്നവും ഉൾപ്പെടെ മോട്ടിച്ച കഥ പുറത്തേക്ക് വന്ന ആ കേസും കൂട്ടമായിട്ട് നിൽക്കുകയാണ്. ഏറ്റുമാനൂരപ്പന്റെ 7.5 പൊന്നാനിയിൽ വരെ കള്ളത്തരം കാണിച്ചു. നാട് മുഴുവൻ പണ്ട് സോവിയറ്റ് റവല്യൂഷൻ നടന്നപ്പോ ആരാധനാലയങ്ങൾ കൊള്ളയടിച്ച പോലെ കേരളത്തിൽ പിണറായി വിജയൻ കൊള്ളയടിക്കുകയാണ്. ശരി, അതിന് CPM മറുപടി പറയും. എനിക്ക് ഒരൊറ്റ ഇടവേള കൂടി വേണം, ഇടവേളയ്ക്ക് ശേഷം അഭിമാനത്തെ കളങ്കം വെച്ചു. ശരി. ശങ്കുട്ടിദാസ് 2 മിനിറ്റിൽ ചുരുക്കണം. ഇനി എന്ത്? കാരണം അന്വേഷണ പുരോഗതിയിൽ ഹൈക്കോടതി തൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്വേഷണം ശരിയായ ദിശയിലാണ് നടക്കുന്നത്. അന്വേഷണ സംഘം കോടതിയിൽ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി അറിയിച്ചു കഴിഞ്ഞു. ബാക്കി അന്വേഷണം സത്വരമായി പുരോഗമിക്കുകയാണ്. അന്വേഷണം ഇങ്ങനെ പോയാൽ അടുത്തതായി മുരാരി ബാബു അടക്കമുള്ള ദേവസ്വം ഉദ്യോഗസ്ഥരാവും പ്രതികളാവുക എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. ഇത് 6 ആഴ്ചക്കുള്ളിൽ തീരുമ്പോൾ എന്ത് പ്രതീക്ഷിക്കണം? മാത്രമല്ല, ഇന്ന് വളരെ നിർണായകമായിട്ടുള്ളൊരു സംഗതി കൂടി ഉണ്ടായിട്ടുണ്ടല്ലോ. ഇതുമായി ബന്ധപ്പെട്ട ദേവസ്വത്തിന്റെ കയ്യിലുള്ള രേഖകളെല്ലാം പിടിച്ചെടുക്കാൻ CCN ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു സംവിധാനത്തെ വിശ്വസിക്കാനേ കൊള്ളാത്തൊരു കൂട്ടായ്മയാണത്. അവരുടെ കയ്യിലിരുന്ന് കഴിഞ്ഞാൽ രേഖകളെല്ലാം ടാമ്പർ ചെയ്യാണ്ട് നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് അവരുടെ കസ്റ്റഡിയിലുള്ള ഗോൾഡുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും മഹസറുകളും സീസ് ചെയ്യണമെന്നാണ് ഹൈക്കോടതി ഇന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ ഗൗരവമുള്ള നടപടികളിലേക്ക് അടുത്ത ഉത്തരവോടുകൂടി പോകുന്നത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതിന് മുമ്പ് ഇവർക്ക് രാജിവെക്കാനൊരു അവസരമാണ് എനിക്ക് തോന്നുന്നു, ഒരു ഓണറബിൾ എക്സിറ്റിനുള്ള ഒരു അവസാനത്തെ അവസരമാണിത്. ഇപ്പോഴും ന്യായീകരിച്ചുകൊണ്ട് നിൽക്കാൻ ഇവർക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ ചർച്ചയിൽ ഇപ്പോഴും 2025 എല്ലാ പ്രൊസീജറും പാലിച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് കൗതുകത്തിന് ഓർമ്മ വരുന്നത് ഈ ദൃശ്യം സിനിമയിലുണ്ടല്ലോ, ഓഗസ്റ്റ് 2-ാം തീയതി ഞങ്ങൾ ധ്യാനത്തിന് പോയിരിക്കുകയായിരുന്നു പറഞ്ഞത്. ഓഗസ്റ്റ് 2-ാം തീയതി അല്ല ധ്യാനത്തിന് പോയത്, 3-ാം തീയതിയാണ്. ഓഗസ്റ്റ് 2-നെ പുനർനിർമ്മിക്കുകയാണ് ചെയ്തതെന്ന പോലെ ഈ 2019 ചെയ്യേണ്ട എല്ലാ പ്രൊസീജറുകളും 2019 കള്ളം പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി 2025 റീക്രിയേറ്റ് ചെയ്തിട്ട് വളരെ ഫൗൾ പ്രൂഫായിട്ട് രേഖാമൂലമുള്ള കൃത്യമായിട്ടുള്ള സംവിധാനം ആവർത്തിക്കുകയും ചെയ്ത് ഇത് 2019 കള്ളത്തിന് പിടിച്ചെടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴും ഒരു കള്ളത്തിന് പുറത്തു വന്നു. എന്താ, 2025 ഓഗസ്റ്റിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇവർ അയച്ചിട്ടുള്ള മെയില്, ഈ പറയുന്ന ദ്വാരപാലക ശില്പങ്ങൾ ഒന്നും കൂടി ഒന്ന് നന്നാക്കി തരാമോ, നിങ്ങളുടെ ചെലവിൽ 10 ഗ്രാം സ്വർണ്ണം അതിനു വേണ്ടി സമാഹരിക്കാമോ എന്ന് ചോദിച്ചുകൊണ്ട് ദേവസ്വം ബോർഡ് അയച്ചുള്ളൊരു കത്ത് പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ ഈ സംഭവം ഒന്നും ഉണ്ടാവുമായിരുന്നില്ല. ഈ പറയുന്നത് പോലെ 2025 എല്ലാം തെളിവ് തൂത്ത് തുടച്ചു കളഞ്ഞ് ഇവർ രക്ഷപ്പെടുമായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി 4 ദിവസം മുമ്പേ പുറത്തു വന്നത് അയ്യപ്പ സംഗമം വന്നു കഴിഞ്ഞാൽ 2019 കള്ളം പിടിക്കപ്പെട്ടെന്ന് വിചാരിച്ചിട്ടല്ലോ. അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞാൽ അവിടെ കവിടി നിർത്തിയിട്ട് 6 കൊല്ലം മുമ്പത്തെ കള്ളങ്ങൾ തെളിയിക്കുന്ന സംഭവമൊന്നും ആയിരുന്നില്ലല്ലോ. അവിടെ ഇത് തെളിയിക്കപ്പെടാൻ സാധ്യത ഉണ്ടായിരുന്നില്ല. സർക്കാരിനെതിരെ ആരോപണം വന്ന സമയത്ത് സർക്കാരിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സർക്കാരിൻ്റെ ഒരാളായിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നത്. അയാളുടെ വാദം ഈ സ്വർണം നഷ്ടപ്പെട്ടിട്ടില്ല, അത് പീഠങ്ങൾ തൂക്കാത്തത് കൊണ്ടാണ്, പീഠം കിട്ടിക്കഴിഞ്ഞാൽ ഈ പ്രശ്നം കഴിഞ്ഞു എന്നുള്ളതാണ്. പീഠം സ്ട്രോങ് റൂമിൽ ഉണ്ട് എന്നുള്ളതായിരുന്നു അയാളുടെ വാദം. സ്ട്രോങ് റൂമിൽ പീഠം കിട്ടാതെ വന്നതോട് കൂടിയിട്ടാണ് ഇത് എവിടെന്നെങ്കിലും ഒരു പീഠം കൊണ്ടുവച്ചിട്ട് ഈ പ്രശ്നം തീർക്കേണ്ടത് ഇയാളുടെ ആവശ്യമായതും ഇയാളുടെ പെങ്ങളുടെ വീട്ടിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ടതും. അത് കണ്ടെടുത്തതാണോ വിളിച്ചു പറിച്ചിട്ട് എടുത്തു കൊണ്ടുപോയിച്ചതാണോ എന്നുള്ളതൊക്കെ കൂടുതൽ അന്വേഷണത്തിൽ തെളിയപ്പെടേണ്ട കാര്യങ്ങളാണ്. എന്തായാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നേതൃതലത്തിൽ തന്നെ ഇതിൽ പങ്കാളിത്തമുണ്ടെന്നും ഏറ്റവും താഴെക്കടയിലുള്ള ഉദ്യോഗസ്ഥന്മാർ മുതൽ ഏറ്റവും മേലെക്കടയിലുള്ളവർ വരെ സംയുക്തമായി ഗൂഢാലോചന നടത്തിയിട്ടാണ് സ്വർണം മോഷ്ടിച്ചതെന്നും സംശയത്തിന് അതീതമായി കോടതി നിരീക്ഷിച്ച സാഹചര്യത്തിൽ രാജിയല്ലാതെ മറ്റൊരു നിവൃത്തി ഇവർക്ക് മുമ്പിലുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ശരി, അവിടെ ശ്രീ ഗോപൻ നോക്കൂ, മിനിറ്റ്സ് പിടിച്ചെടുക്കാൻ ഹൈക്കോടതി നിർദ്ദേശിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് എത്ര അപമാനകരമാണ് എന്ന് അങ്ങൊന്ന് ആലോചിച്ചു നോക്കൂ. ആ അവസ്ഥയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നേരിടുന്നത്. അപ്പോഴാണ് കടിച്ചു തൂങ്ങണോ എന്ന ചോദ്യം ഉയരുന്നത്. അഭിലാഷേ, ഇതിലൊക്കെ വളരെ ക്ലിയർ അല്ലേ, ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ കാര്യങ്ങൾ?
മിനിറ്റ്സ് എടുക്കാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് അവകാശമുണ്ട്. അവരെടുത്ത് പരിശോധിച്ചിട്ട് കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരട്ടെ. നമ്മൾ കോടതിയുടെ കൂടെ നിൽക്കുകയല്ലേ. പക്ഷേ പീഠം ഉണ്ണികൃഷ്ണൻ പോറ്റി ഒളിപ്പിച്ചു വെച്ചത് ദേവസ്വം ബോർഡിനെ പ്രതിയാക്കാനായിരുന്നു, അയ്യപ്പ സംഗമത്തെ തകർക്കാനായിരുന്നു. അത് പൊളിഞ്ഞുപോയി അയാളത്. രണ്ടാമത് ഏറ്റുമാനൂരപ്പന്റെ വിഗ്രഹം കൊണ്ടുവരാൻ ആളിന്റെ പേര് ഞാൻ ശ്രീ രാജു നായർക്ക് പറഞ്ഞുതരാം. സ്റ്റീഫൻ. അവിടെ പോയി അന്വേഷിച്ചാൽ മതി. കോളത്ത്. അത് കോൺഗ്രസിന്റെ പ്രവർത്തകനാ. അത് കോൺഗ്രസിന്റെ പ്രവർത്തകരായിരുന്നു. ഏറ്റുമാനൂരപ്പൻ ടി കെ രാമകൃഷ്ണൻ എടുത്തോണ്ട് പോയതാ. അയ്യപ്പന്റെ പീഠം കട്ടുകൊണ്ടുപോയി എന്ന് പറഞ്ഞ ആൾക്കെതിരെ എന്തോ ക്രിമിനൽ കേസ് എടുക്കാഞ്ഞ ഗോപൻ ഒന്ന് പറഞ്ഞേ. അയ്യപ്പന്റെ പീഠം അയാളുടെ പേരിൽ അത് മാത്രമല്ലല്ലോ, അയാൾ ഇപ്പൊ അകത്താണല്ലോ. അല്ല, അതിപ്പോ SIT ഹൈക്കോടതി രൂപീകരിച്ച SIT നടപടിയെടുത്തല്ലോ. അയ്യപ്പ സംഗമത്തിന് മുമ്പ് അയാൾ അകത്തല്ലോ. അയ്യപ്പ സംഗമത്തിന് മുമ്പ് അകത്തല്ലോ, കുറ്റക്കാരെ പോലും അല്ലല്ലോ. അയ്യപ്പ സംഗമത്തിന് മുമ്പ് ഈ പീഡനം എന്തുകൊണ്ട് ഹൈക്കോടതിയോട് ആവശ്യപ്പെട്ടത് അത് ഉൾപ്പെടെ അന്വേഷിക്കാനുള്ള നിലപാടാണ് എടുത്തത്. അതുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അകത്തായത്. അതല്ലല്ലോ, ഹൈക്കോടതി വിട്. നിങ്ങൾ ഇയാൾ പ്രതിയല്ലാത്ത, ഇയാൾക്ക് എതിരെ സംശയം പോലും ഇല്ലാതിരുന്ന കാലത്ത് ഇയാൾ കട്ടോണ്ട് പോയതിനെതിരെ എന്തുകൊണ്ട് FIR ഇട്ട് കേസെടുത്തില്ല? അയ്യപ്പന്റെ പീഠം എന്തുകൊണ്ട് കേസെടുത്തില്ല? അയാള് കൊടുത്ത പീഠം കാണാനില്ല. പിന്നെ എങ്ങനെയാ അയാള് കാണാനില്ല എന്ന് പറഞ്ഞത്? അയാളുടെ സഹോദരൻ വീട്ടിൽ ക്രമത്തിൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് വരട്ടെ. വളരെ നന്ദി മൂന്ന് പേർക്കും. സൂപ്പർ പാനൽ അവസാനിച്ചു. നമസ്കാരം.